ഹരി ഓം. എല്ലാ സാധകർക്കും മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വ്യത്യസ്തനായ സാധകനെയാണ്. ഇദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതം ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിൽ നിന്നും വിരമിച്ച ഒരാളാണ്. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും തൻ്റെ സാധന അദ്ദേഹം കൈവിട്ടിരുന്നില്ല. നമുക്ക് പരിചയപ്പെടാം. ശ്രീ ആനന്ദകൃഷ്ണൻ IPS. നമസ്കാരം സർ. നമസ്കാരം. സർ, താങ്കളുടെ ജോലി ഒരു പോലീസ് മേധാവിയായിട്ടാണ് താങ്കൾ റിട്ടയർഡ് ചെയ്തത്. അപ്പോൾ അത്രയും ദിവസം താങ്കളുടെ അനുഭവം എന്ന് വെച്ചാൽ പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ആധ്യാത്മികത പറയുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിട്ടുള്ള ഒരു തലമാണ്. അതെങ്ങനെ രണ്ടും ഒരുമിച്ച് താങ്കൾ കൊണ്ടുപോകാൻ സാധിച്ചു? അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ പോലീസിലുള്ള ജോലി ഞാൻ തിരഞ്ഞെടുത്തതല്ല, അതായത് പൂർണ്ണ മനസ്സോടെ തിരഞ്ഞെടുത്തതല്ല. നമ്മളിപ്പോൾ ആ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ശരിക്കും ആദ്യം റിസൾട്ട് വന്നപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും സർവീസ്, അതായത് IAS കിട്ടാനുള്ള മാർക്കില്ല, അതിനെ കുറച്ച് കുറവാണ്, അതിൻ്റെ അടുത്ത് വരുന്നതാണ് പോലീസൊക്കെ. അപ്പോൾ വേറെ ഏതെങ്കിലും സർവീസ് എടുക്കാം. എനിക്ക് പൊതുജനമധ്യത്തിൽ ഞാനൊരു ഇച്ചിരി അന്തർമുഖനാണ്, ഇൻട്രോവേർട്ടഡ് ആണ്. അപ്പോൾ അതുപോലെ ഈ ഒരു വയലൻസ് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിത്വമാണ് എൻ്റെ. ബഹളത്തിനൊന്നും പോകാതെ ഒതുങ്ങി കിടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് എനിക്ക് തിരഞ്ഞെടുക്കണമെന്നുണ്ടായിരുന്നില്ല. ഞാൻ വേറെ ഏതോ സർവീസൊക്കെയാണ് നോക്കിയത്. അപ്പോൾ അന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഉള്ള ആൾക്കാർ ഇവിടെ ഇതുമായിട്ട് ഈ സർവീസിലൊക്കെ ഉള്ള ചിലരുമായിട്ടൊക്കെ ആലോചിച്ച് അവർ പറഞ്ഞു, ഇതിപ്പോൾ എടുത്താൽ ഇപ്പോൾ ഈ IAS IPS എന്നൊക്കെ പറയുന്നതിന് ഈ അലോട്ട്മെൻ്റ് ഉണ്ട്, കാഡർ അലോട്ട്മെൻ്റ് ഉണ്ട്, അതായത് ഓരോ സംസ്ഥാനത്തിന് അലോട്ട് ചെയ്യും. അപ്പോൾ ഇതെടുത്താൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലൊരു IPS ഓഫീസറായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണെന്നൊക്കെ അവർ പറഞ്ഞ്, അങ്ങനെ അവരുടെ പ്രേരണയിലാണ് ഞാനിത് എഴുതി കൊടുത്തത്. പിന്നെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ കിട്ടിയതും ഒരു ഈശ്വരാനുഗ്രഹം മാത്രമാണ്. കാരണം സാധാരണഗതിയിൽ കിട്ടേണ്ടതല്ല. അത് ആ തവണ എന്തോ ഒരു കണക്കുകളൊക്കെ തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാനതിൽ വന്നത്. രണ്ടാമത്തെ കാര്യം, പോലീസ് എന്ന് പറയുന്നത് നിയമം നടപ്പാക്കുക, ആളുകൾക്കാർക്ക് നിയമം അനുസരിക്കണമെന്നില്ല. അപ്പം നിയമം അനുസരിപ്പിക്കുക, അതായത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ബാക്കി അവനവൻ്റെ ആവശ്യങ്ങൾക്ക് പരിധി വയ്ക്കുക എന്നുള്ളതാണ് നിയമത്തിൻ്റെ അടിസ്ഥാന തത്വം, പൊതു നന്മയ്ക്കായിട്ട്. അപ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും അത് ബാധകമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല താല്പര്യങ്ങൾക്കും പല ആവശ്യങ്ങൾക്കും ഒക്കെ അതിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കി നമ്മൾ പരിധികൾ വച്ചാലേ നമ്മുടെ ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകും, അല്ലെങ്കിൽ അത് തലതിരിഞ്ഞു പോകും. അപ്പോൾ ഇതിൽ രണ്ടിലും ഒരു തത്വത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മൾക്കിപ്പോൾ ഇദ്ദേഹം ചോദിച്ചപ്പോൾ പോലീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മളൊരു പോലീസിനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ശക്തി കൊണ്ട് തടുത്തു നിർത്തുക, ആളുകളുടെ പുറത്ത് ആവശ്യമുള്ള ബലം പ്രയോഗിക്കുക, ലാത്തി ചാർജ്, പിന്നെ അത് ഇടപെടുന്ന രംഗങ്ങൾ, കുറ്റകൃത്യങ്ങൾ, കൊലപാതകങ്ങൾ, അങ്ങനെ ആ ഒരു എത്ര, അതായത് മനുഷ്യ സ്വഭാവത്തിൻ്റെ അത്ര ഒരു സുഖമില്ലാത്ത പ്രദേശങ്ങളിലാണ് പോലീസിന് ഇടപെടേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് പോലീസിനെ കുറിച്ച് ആ ഒരു ഇമേജ് ഉള്ളത്. പക്ഷേ പോലീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും അവനവൻ്റെ പൊതു നന്മയ്ക്കുള്ള നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അപ്പം സ്വന്തം ജീവിതം, ഒരു വ്യക്തി ജീവിതം നയിക്കുന്നതും ഒരു സമൂഹത്തിൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നതിനും പോലീസ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ടും ഏകദേശം തത്വത്തിൽ പ്രവൃത്തി ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അത് രണ്ടും തമ്മിലൊരു വലിയ വ്യത്യാസം കാണുന്നില്ല. കാരണം ഈ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും, പല തരത്തിലുള്ള പ്രശ്നങ്ങളും കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും തോന്നുന്നത് ഇതൊന്നും ആരുടെയും നിയന്ത്രണത്തിലല്ല. ഇത് ശരിക്കും ഈ പറഞ്ഞതുപോലെ കർമ്മസിദ്ധാന്തവും ഈശ്വരനും ഒരു ലോക പ്രപഞ്ച നിയമമൊക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന സന്ദർഭങ്ങളാണ് ഈ പോലീസ് കാണുന്നത്. അന്തർമുഖത. ഓക്കെ, ആധ്യാത്മിക ജീവിതത്തിൽ അന്തർമുഖന് എത്രത്തോളം സ്ഥാനമുണ്ട്? അന്തർമുഖത യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സമൂഹത്തിൽ അതൊരു അത്ര വിജയകരമായ ഒരു കാര്യമല്ലെന്ന് വേണം പറയാൻ. കാരണം പിന്നെ അതിനുശേഷം വായിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഈ അന്തർമുഖതയും ബഹിർമുഖതയും, എക്സ്ട്രോവേർട്ടഡ്നെസ്സും ഇൻട്രോവേർട്ടഡ്നെസ്സും
ഒരു നല്ല ശതമാനം സമൂഹത്തിലുണ്ട്. ആളുകൾ രണ്ടിലേതിലെങ്കിലും മിക്കവാറും ഒക്കെ പെടും. അത് കുറേയൊക്കെ ജൈവികമാണ്, കുറേയൊക്കെ ഹെറിഡിറ്ററിയാണ്. അത് മാറ്റാൻ വലിയ അത്ര സാധ്യമല്ല, മാറ്റാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് ഞാൻ വായിച്ചിട്ടുള്ള ശാസ്ത്രങ്ങൾ പറഞ്ഞത്. പക്ഷേ അതിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ പൊതുസമൂഹത്തിൽ കാണുമ്പോൾ ഈ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ജനസമ്മതിയും കാര്യങ്ങൾ കിട്ടാനും അതുപോലെ ജനങ്ങളുടെ ഇടയിൽ പെരുമാറാൻ അന്തർമുഖത അത്ര നന്നാവില്ലായിരിക്കാം ഒരു പരിധി വരെ. പക്ഷെ അതേസമയം അന്തർമുഖത കൊണ്ട് എനിക്ക് തോന്നുന്നു ചില ഗുണങ്ങളുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ എപ്പോഴും വെളിയിലേക്ക് തിരിഞ്ഞു പോകാതെ മറ്റുള്ളവരുടെ കൂടെ പോകുക, അങ്ങനത്തെ കാര്യങ്ങളിൽ പോകാതെ കുറേയൊക്കെ സ്വയം സമയം നമ്മളുമായിട്ട് തന്നെ അല്ലെങ്കിൽ വളരെ കുറച്ച് നമുക്ക് താല്പര്യമുള്ള ആൾക്കാരുമായിട്ട് തന്നെ സമയം ചെലവഴിക്കുമ്പോൾ കുറേയൊക്കെ നമ്മുടെ മനസ്സിനെക്കുറിച്ച് ആലോചിക്കാൻ, നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ കുറച്ചുകൂടെ നല്ലവണ്ണം വിശകലനം ചെയ്യാനും നമ്മളോടൊത്ത് തന്നെ ഇരിക്കാനും ഒക്കെ കുറേ സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് കുറേ അവസരം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ പിന്നെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ പുറത്തോട്ട് നോക്കിയിരിക്കുന്നതിന് അകത്തോട്ട് തിരിക്കുക എന്നാണല്ലോ പറയുന്നത്, അകത്തുള്ള അന്വേഷണം എന്നാണല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത് ഈ അന്തർമുഖത്വം ഉണ്ടെങ്കിൽ നമുക്കതിനൊരു ഒരു സ്വാഭാവികമായ ഒരു മുൻഗണന, ഒരു നാച്ചുറൽ അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കിപ്പോൾ മറ്റേതിപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു ചെറിയ ഒരു വികാരവിക്ഷോഭം ഉണ്ടായാൽ ഉടനെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ തേടി പോവുക, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മരുന്ന് തേടി പോവുക. അത് പുറത്തുള്ള ഭൗതികമായ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒരു പ്രതിവിധി കണ്ടുപിടിക്കാൻ പെട്ടെന്ന് ശ്രമിക്കും. മറ്റേതാകുമ്പോൾ നമ്മളത് കുറച്ച് അകത്ത് വെച്ച് നമ്മളത് കുറച്ച് ചിന്തിക്കും, അത് നമ്മളെ കുറച്ച് നീറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നല്ല ഉൾക്കാഴ്ച കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് നല്ലത് തന്നെ ആയിരിക്കാം ഈ ആധ്യാത്മികതയ്ക്ക്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നതാണ്, അത് പൊതുവായിട്ട് ശരിയാവണമെന്നില്ല. പക്ഷേ അതുപോലെ വീണ്ടിടം വിദ്യയാക്കുക, അതൊന്നും ഞാനതാണ് അതുകൊണ്ട് പിന്നെ അത് നല്ലതാണെന്ന് പറയുന്നതും അല്ല. പക്ഷെ ഒരു തരത്തിൽ നോക്കിയാൽ ചിലപ്പോൾ അത് കുറച്ച് സഹായിക്കുമായിരിക്കും. കാരണം അകത്തോട്ട് തിരിയണമെന്നാണല്ലോ പറയുന്നത്. സാർ, ഒരു ഗുരുവിലേക്ക് താങ്കൾ എത്തിപ്പെട്ടത് എങ്ങനെയാണ്, അതൊന്ന് വിവരിക്കാമോ? അത് എൻ്റെ പശ്ചാത്തലം തൊട്ട് പറയേണ്ടി വരും. കാരണം എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളെല്ലാം ഈ ഈശ്വരവിശ്വാസം, ഭക്തി ഒക്കെ ഉള്ള ഒരു കുടുംബമാണ്. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ വശത്ത് പണ്ട് ഈ പോറ്റിമാരും ഈ പൂജ ചെയ്യുന്നവരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ അമ്മയുടെ കുടുംബം എടുത്താലും അച്ഛൻ്റെ കുടുംബം എടുത്താലും, അമ്മയുടെ കുടുംബം പ്രത്യേകിച്ചും വളരെ ദാരിദ്ര്യം അനുഭവിച്ച് വന്നവരാണ്. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ ഭക്തിയും ഈശ്വരവിശ്വാസവും ഒരു ആവശ്യമായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അവരൊക്കെ പിന്നെ വിദ്യാഭ്യാസം നേടി അവരുടെ ചെറിയ ജീവിതങ്ങൾ തുടങ്ങി. അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ പടവിലും അവർക്ക് ഈശ്വരവിശ്വാസം എന്ന് പറയുന്ന ഒരു പ്രധാന ഒരു പിടിവള്ളിയായിരുന്നു. അച്ഛൻ്റെ കുടുംബത്തിലും, കാരണം അമ്മയുടെ കുടുംബമാണ് എനിക്ക് കൂടുതൽ നന്നായിട്ട് അറിയാവുന്നുള്ളത്, അച്ഛൻ്റെ കുടുംബത്തിലും ഏകദേശം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ എൻ്റെ അമ്മയുടെ കുടുംബത്തിലാണ് ഞാൻ ജീവിച്ചത്. അപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു സഹോദരൻ്റെ അമ്മാവനുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കല്യാണം കഴിച്ചിട്ടില്ല, അദ്ദേഹം കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ആത്മീയമായ താല്പര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ ഒരുപാട് ആൾക്കാരെ പോയി കാണുക, അവരോട് ഇരിക്കുക, അവരോട് സംസാരിക്കുക എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ കുടുംബത്തിലെ എൻ്റെ അമ്മയുടെ 2 സഹോദരന്മാരാണ്. അപ്പോൾ കുടുംബത്തിലെ അമ്മയുടെ ആദ്യത്തെ മകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തിന് ഏകദേശം മകനെ പോലെയാണ്. അപ്പോൾ വളരെ കൊച്ചിലെ തന്നെ ഇദ്ദേഹം പോകുന്നിടത്തൊക്കെ എന്നെയും കൊണ്ടുപോകും. 4-5 വയസ്സിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. രാവിലെ എണീറ്റ് ഓർമ്മയുണ്ടെന്ന് പറയുമ്പോൾ 5 മണിക്ക് ഞങ്ങൾ തൈക്കാട് ശാസ്താംകോലിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് അമ്പലം തുറക്കുമ്പോഴുള്ള സുപ്രഭാതമൊക്കെ കേട്ടുകൊണ്ട് KSRTC ബസ്സിൽ കയറി പല സ്ഥലങ്ങളിലും പോകുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പലരെയും പോയി കണ്ട് അവരോടൊപ്പം ഇരുന്ന്, അപ്പോൾ അതിനോടൊക്കെ ഞാനും പോയി ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കുക. പിന്നെ പോരെങ്കിൽ കൊച്ചിലെ തന്നെ ഈ ദിവസവും വൈകുന്നേരം രാമനാമം ജപിക്കുക എന്നൊരു സങ്കല്പം, ഇന്നിപ്പോൾ അത് വളരെ ഇല്ലാത്തൊരു സംഗതിയാണ് വീടുകളിൽ, അത് അന്നേ ഉണ്ട്. അപ്പോൾ എവിടെ പോയാലും കളിച്ചൊക്കെ നടന്നാലും വൈകുന്നേരം വന്ന് കൈയും കാലും കഴുകി വിളക്ക് ഒരുക്കി, അമ്മയ്ക്ക് ജോലിയുണ്ട്. അപ്പോൾ അമ്മ വരുമ്പോഴത്തേക്കും മിക്കവാറും വിളക്ക് തേച്ച് ഒരുക്കി കത്തിക്കാനുള്ളൊരു ചുമതല നമുക്കാണ്. അപ്പോൾ കത്തിച്ച് രാമനാമം ജപിക്കണം. അപ്പോൾ രാമനാമം ജപിക്കാൻ കുറച്ച് സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം പറയും, അതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ പറയും, അത് ദിവസവും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഈശ്വരീയമായ ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു എന്ന് വേണം പറയാം. പിന്നെ ഈ അമ്മാവൻ്റെ കൂടെ ഇങ്ങനെ പലരിടത്ത് പോയി. അപ്പോൾ വളരെ കൊച്ചിലെ തന്നെ വെങ്ങാനൂർ ഭാഗത്തുള്ള 1-2 പേരെ അടുത്ത് സ്ഥിരമായിട്ട് അദ്ദേഹം പോകുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരാളിൽ നിന്നൊരു
ഒരു മന്ത്രോപദേശം. പിന്നെ അതിനു മുമ്പ് തന്നെ വളരെ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. ആ അനുഭവത്തിനെക്കുറിച്ച് എനിക്ക് തന്നെ നല്ല ഓർമ്മയില്ല. നമ്മുടെ അമ്പലത്തറയിൽ കുഞ്ഞുണ്ണി ആശാൻ എന്ന് പറഞ്ഞൊരു ഒരു 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 മഹാനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ സ്ഥിരമായിട്ട് പോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ സ്ഥിരമായിട്ട് പോകുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു ദിവസം 2 വയസ്സ് 3 വയസ്സ് അങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെന്ന് അദ്ദേഹത്തിൻ്റെ മടിയിൽ കയറി ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴും ഞെട്ടലായി, ചാടി താഴെ ഇറങ്ങി. അപ്പോൾ അദ്ദേഹം പറയുന്നു വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാം, 3-4 ദിവസം പനിയുണ്ടാവും. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി. നല്ല പനി വന്ന് കിടന്നപ്പോഴത്തേക്ക് പിന്നെ മരുന്ന് ചെയ്തിട്ട് തീരുന്നില്ല. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനും അമ്മാവൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു കപ്പപ്പഴം എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാവിന് തന്നെ തോന്നി ഇതെന്താണ് സാറിന് കപ്പപ്പഴം തണുപ്പാണെന്നാണ് പറയുന്നത്, പനി സമയത്തൊന്നും കപ്പപ്പഴമൊന്നും കൊടുക്കില്ല. അപ്പോൾ ഇത് പിള്ളേക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അത് കൊണ്ടുവന്നത് കഴിച്ചു, പനി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്നത് അമ്മയെ കണ്ടതാണെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഓർമ്മയില്ല. അപ്പോൾ അത് ചിലപ്പോൾ എൻ്റെ അടുത്ത് കള്ളം പറയേണ്ട ഒരാളല്ല അങ്ങനെ പറയുന്നത്. അപ്പോൾ പിന്നെ ആ വ്യക്തിയെ എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ വീട്ടിൽ പോകുന്നതൊക്കെ ഓർമ്മയുണ്ട്. അദ്ദേഹം പിന്നെ സമാധിയായി. അപ്പോൾ അത് കഴിഞ്ഞ് അതേപോലെ ഇങ്ങനെ വരുമ്പോൾ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഇതിപ്പോൾ ഇത്തിരി നീട്ടി പറയുകയാണ്. ഞങ്ങളുടെ വീട് തൈക്കാടെന്ന് പറയുന്ന പ്രദേശത്താണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, അതായത് തമ്പാനൂരിൽ നിന്ന് പനവിള വഴി പാളയത്തേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ഇപ്പം മനോരമ റോഡെന്നങ്ങാണ്ടാണ് അതിനെ വിളിക്കുന്നത്. അന്ന് മോഡൽ സ്കൂളിൻ്റെ തൊട്ട് താഴെ, ഞാൻ മോഡൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ റോഡിൽ കൂടെ ബസ്സൊന്നും പോവില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു 19 വർഷം മുമ്പത്തെ കാര്യമാണത്, 40-45 വർഷം മുമ്പത്തെ കാര്യം. അപ്പോൾ ഒരു തീരുമാനം വന്നു, KSRTC ബസ്സുകളൊക്കെ കുറച്ചുകൂടെ എളുപ്പത്തിന് മറ്റേ സ്റ്റാച്യു വഴി ഇറങ്ങി പോകാതെ ഇതുവഴി പോകണം. അപ്പോൾ പുതിയതായിട്ട് ബസ് സർവീസ് വന്നപ്പോൾ അവിടെ സംഭവിച്ചത് അപകടങ്ങളാണ്. എത്രയോ പേര് മോഡൽ സ്കൂളിൻ്റെ ഇറക്കം, സംഗീത അക്കാഡമിയുടെ ഇറക്കമൊക്കെ ഇറങ്ങി വന്ന് സൈക്കിളിൽ വന്ന് ഇങ്ങോട്ട് വന്ന് തിരിയുമ്പോൾ ബസ്സാണ് വരുന്നത്. അത് ആളുകൾക്ക് പരിചയം. ഒരുപാട് മരണങ്ങളാണ്. അപ്പോൾ അങ്ങനെ നടന്ന ഒരു മരണം, ഞങ്ങളുടെ വീട് ഈ റോഡിൻ്റെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഈ റോഡ് നല്ലോണം കാണാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആ റോഡിൻ്റെ നേരെ എതിരെ ഇരിക്കുന്ന ചെങ്കൽച്ചുള എന്ന് പറയുന്ന കോളനിയാണ്. അവിടുത്തെ കോളനിയിൽ ഒരാൾ ബസ്സിടിച്ച് മരിച്ചു. അപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുക്കളയുടെ ഇറയത്ത് നോക്കിക്കൊണ്ട് നിന്ന് നമുക്ക് ആ ബോഡി കൊണ്ടുവരുന്നതും വെള്ളയിൽ പൊതിഞ്ഞ് വന്ന് കിടത്തി എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, വീട്ടുകാരൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം ഒരു അപകടം മരണം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഇത്രയും കമ്മ്യൂണിക്കേഷൻ ഡിവൈസൊന്നും ഇല്ലാത്ത സമയമാണല്ലോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എനിക്കൊരുമാതിരി ഒരു ഡിപ്രഷൻ പോലെ വന്നു. അത് മരിച്ചു പോകുമെന്നുള്ളൊരു പേടി, ഞാനങ്ങ് മരിച്ചു പോകും, വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു പോകുമെന്ന് പറഞ്ഞൊരു പേടി. അത് അങ്ങനെ എനിക്ക് തോന്നുന്നു 1-2 ആഴ്ച ഞാനിങ്ങനെ ഒരുമാതിരി ഭയങ്കര മൂടിയായിട്ടൊക്കെ കൊണ്ടുനടന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ അമ്മാവൻ ചോദിച്ചു എന്താ പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പരിചയക്കാരുണ്ടെന്ന് പറഞ്ഞ വെങ്ങാനൂർ ഭാഗത്തുനിന്നൊരു ആശാനുണ്ട്. അദ്ദേഹം വന്നായിരുന്നു വീട്ടിൽ. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാനും അമ്മാവനും അദ്ദേഹവും കൂടെ ഇവിടെ നമ്മുടെ അയ്യാസ്വാമിയുടെ സമാധിയിൽ പോയി. അവിടെ പോയി തൊഴാൻ പറഞ്ഞു. അത് ആ ശ്മശാനത്തിൻ്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സംഗീത അക്കാഡമിയുടെ അതുവഴിയുള്ള റോഡിൽ കൂടെ അങ്ങോട്ട് നടക്കുമ്പോൾ എതിരെ ഒരു ശവം കൊണ്ടുവരുന്നു. അപ്പോൾ അത് ചുമന്നുകൊണ്ട് വരിക. പണ്ട് ഇപ്പോൾ നമ്മളത് കാണുന്നില്ല. പണ്ട് റോഡിൽ കൂടെ നമ്മൾ തോളിൽ ശവം എടുത്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അവിടെ പോയി തൊഴുതിട്ട് അവിടെ ഒരാഴ്ച കുറേ ചൊവ്വാഴ്ചയോ ഒരാഴ്ച പോയി തൊഴാൻ പറഞ്ഞു. അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു ശ്യാമളാദണ്ഡം വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ശ്യാമളാദണ്ഡം കയ്യിൽ എഴുതിയിട്ടുണ്ട്, അത് വായിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി. അപ്പോൾ ആ തരത്തിലൊരു അനുഭവം അത് അതിൽ നിന്നൊക്കെ ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടെയൊക്കെ ഒരു ഭക്തിയും ആത്മീയതയും ഇതെന്താണെന്ന് അന്വേഷിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ അമ്മാവിൻ്റെ കൂടെ പോയി, അമ്മാവിൻ്റെ കൂടെ തന്നെ അവസാനം ഈ പല സ്ഥലത്തും പോയിട്ട് ശരിക്കും അവസാനം ഒരു ഗുരുസ്ഥാനത്ത് വന്നത് ആലയിൽ സ്വാമിയുടെ അവിടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെയും ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ ഉള്ളപ്പോൾ എൻ്റെ അമ്മയും അമ്മാവനും ഒക്കെ പോയി. അദ്ദേഹത്തിൻ്റെ അമ്മ ചോറ് വിളമ്പിത്തരും. അവിടുത്തെ അന്നദാനമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന ഇത് ആലയിൽ. അപ്പം ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ആ വളരെ ചെറിയ പ്രായത്തിൽ പോയതിനെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ല. കോളേജിലൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മാവനുമായിട്ട് പോകും, അമ്മയായിട്ട് പോകും, പിന്നെ സ്ഥിരമായിട്ട് പോകും. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മാവനും വേറൊരിടത്ത് പോകേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. അതിനോടൊപ്പം എനിക്കും സ്വാഭാവികമായിട്ട് അപ്പം അപ്പോഴൊന്നും ഒരു ഗുരുസങ്കല്പം എന്നുള്ളതൊന്നും എനിക്കത്ര ഇതൊന്നുമില്ല. പക്ഷേ ഇതൊരു പ്രത്യേക സ്ഥാനമാണ്. ഈ വ്യക്തി ഒരു സാധാരണക്കാരനല്ല എന്നുള്ള ഒരു ബോധം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഈശ്വരനാണ് എന്ന് തിരിച്ചറിയാനൊക്കെ പിന്നെയും എടുത്തു. അപ്പോൾ ആദ്യം ഒരു ഭയമാണ്. അദ്ദേഹം പിന്നെ
സാധാരണക്കാരനല്ലെന്നറിയാം. അപ്പോൾ പറയുന്നതെല്ലാം കേൾക്കും, ശരിക്കും ഭയമാണ്. ഒന്നും അങ്ങോട്ടൊന്നും ചോദിക്കാനൊന്നും. എനിക്കിപ്പോഴും ഏകദേശം അങ്ങനെ തന്നെയാണ്. കാരണം അത്ര ഒരു ആദരിക്കേണ്ട ഒരു 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 തലത്തിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് എന്നെ പിള്ളയെന്നാണ് വിളിക്കുന്നത്. വളരെ സ്നേഹമൊക്കെ തന്നെയാണ്. എന്നാലും ഒരിക്കലും സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റുന്ന ഒരു 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 ബന്ധമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും മാനസികമായിട്ട് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ഇപ്പോഴും ഒരു നമുക്കൊരു ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വം. അപ്പം അങ്ങനെ അവിടെ വന്ന് അവിടെ പിന്നെ മിക്കവാറും ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും പോവും. ജോലി കിട്ടിയാലും വൈകുന്നേരം പോവും, അല്ലെങ്കിൽ രാവിലെ പോവും. അമ്മാവനുള്ളിടത്തോളം കാലം, അമ്മാവൻ ജീവിച്ചിരുന്നിടത്തോളം കാലം സ്ഥിരമായിട്ട് പോവും. അത് കഴിഞ്ഞ് ഞാനും പോവും. അത് കഴിഞ്ഞ് ആഴ്ചയിൽ ഒരിക്കലും ഞാൻ പോവും. അങ്ങനെ അവിടെ വന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് പിന്നെ വേറെ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അപ്പോൾ കുറച്ച് ആത്മീയമായിട്ടൊക്കെ വായിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ വായിച്ച് ചിലപ്പോൾ സംശയങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ളത് ഒരുപാട് കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ ഒന്നും ചോദിക്കണ്ട എന്ന് വെച്ചാൽ ഉത്തരവും എൻ്റെ തലയിൽ എഴുതി കാണിച്ചത് കൊണ്ടല്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഒന്നും ചോദിക്കേണ്ട എന്നുള്ളൊരു തോന്നൽ, മനസ്സൊരു സ്വസ്ഥമാകുന്ന ഒരവസ്ഥ. അങ്ങനെ ആണ് അവിടെ അദ്ദേഹത്തിനെ പിന്നെ അങ്ങ് ഗുരുവാക്കി. അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത് ഗുരുവാണ്, പ്രത്യേകിച്ച് ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളിന് ഗുരു എന്നുള്ളതിൻ്റെ സങ്കല്പത്തിനെ കുറിച്ചൊന്നും കൃത്യമായ ഒരാശയം രൂപപ്പെട്ടില്ലാത്ത ഒരാളിന് ഈ ഗുരു എന്താണ്, ഗുരു ആരാണ്, ഗുരുവായിട്ട് ഒരാളെ അങ്ങ് അംഗീകരിക്കുക എന്നൊക്കെ പറയുന്നത് അത് പതുക്കെ വരുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അത് സംഭവിച്ചു. അങ്ങനെയാണ് ഗുരുവിൻ്റെ പാദത്തിലെത്തിയത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരു അവധൂത സ്വാമിയുടെ അവിടെയൊക്കെ ചിദംബരത്ത് 1-2 തവണ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആലയ സ്വാമിയുടെ ഒരു ശിഷ്യനെന്ന് ഞാൻ അവകാശപ്പെടുന്നു. അങ്ങനെ അവിടെ എത്തിയത്. സർ, ആലയിൽ സ്വാമി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം വളരെ അധികം സംസാരിക്കാത്ത ആളാണ്. താങ്കളുടെ ഉള്ളിൽ സംശയം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഇരിക്കുമ്പോഴത്തേക്കും താങ്കൾക്ക് സംശയം ചോദിക്കാൻ കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിൽ താങ്കൾക്ക് സ്വയം ശാന്തി എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുന്നു? ഉള്ളിൽ സംശയമുണ്ടെങ്കിലും ആ സംശയത്തിന് ഉത്തരം അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് താങ്കൾ കിട്ടുന്നില്ല. അതേസമയം ഉള്ളിൽ സ്വയം ശാന്തി എങ്ങനെ താങ്കൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നു? അതിൽ ഒരു വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് സംശയം ചോദിച്ച് അദ്ദേഹം അധികം സംസാരിക്കാത്ത ആളാണ്, അത് ശരിയാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അവിടെ സ്ഥിരം പോകുന്ന ആളായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പല ഗുരുക്കന്മാരെയും പറയുന്ന പോലെ ഈ മുമ്പിലിരിക്കുന്ന ആളിൻ്റെ നിലവാരത്തിനനുസരിച്ചാണ് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്നും പുറകോട്ട് പിടിച്ചു വയ്ക്കുകയല്ല. അവിടെ ഈ ആത്മീയ മാർഗത്തിൽ പല തലത്തിലുള്ളവരോട് അദ്ദേഹം പല തലത്തിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പക്ഷേ ഈ ഒരു 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 കൂട്ടം ആളുകൾ ഒരു സമയത്ത് ചിലപ്പോൾ 10-15 പേര് മുമ്പ് ഇരിപ്പുണ്ട്. പക്ഷെ അതിൽ പറയുന്നത് ഏതെങ്കിലും ഒരാൾക്ക് പ്രസക്തമായിരിക്കും, അത് അയാൾക്കേ മനസ്സിലാവുള്ളൂ. അത് അങ്ങനെ മനസ്സിലായതായിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ മറ്റുള്ളവരിൽ നിന്ന് പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് തോന്നുന്നു ഇതെന്തുവാണ് ഈ വെറും ചിലപ്പോൾ മിക്കവാറും സമയം അവിടെ പ്രാദേശികമായ കാര്യങ്ങളും അവിടുത്തെ ചരിത്രവും അവിടുത്തെ പ്രയാസങ്ങളും ഇതൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഏതോ ചിലർ മനസ്സിൽ കൊണ്ടുവന്നതിനുള്ള മറുപടിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആത്മീയമായ കാര്യങ്ങളിൽ തന്നെ ഒരു മുമ്പോട്ട് പോകുന്നവർക്ക് അവരോട് നല്ലവണ്ണം സംശയങ്ങൾ ദൂരീകരിച്ച് കൊടുത്തതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരെന്നോട് പറഞ്ഞ് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ചോദിച്ചാൽ മറുപടി കിട്ടൂല എന്നല്ല. പക്ഷേ ഇപ്പം ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ട് പോയി ആത്മീയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ ഒരു ആത്മീയമായൊരു വിശകലനം അല്ലെങ്കിൽ ഒരു മറുപടി അദ്ദേഹം തരാറില്ല. പലപ്പോഴും ചിലപ്പോൾ ചെറുതായിട്ട് പറഞ്ഞു തരും, ചെറുതായിട്ടൊരു ഉത്തരം പറയും, അല്ലെങ്കിൽ പലപ്പോഴും അത് വരട്ടെ നോക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് എൻ്റെ നിലവാരത്തിനനുസരിച്ചുള്ളൊരു ഉത്തരവാണ് ഇപ്പോൾ പറയുന്നത്. കാരണം എനിക്ക് ഒരു ഇതുണ്ട്, അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ജോലിയുണ്ട്, ഒരുപാട് കർമ്മം ചെയ്യാനുള്ളതുണ്ട്, ഇപ്പോൾ ഒന്ന് തൊട്ടാൽ എല്ലാം കളഞ്ഞിട്ട് പോവും, പക്ഷെ അതല്ല വേണ്ടത്. അപ്പം കടപ്പാടുകളെല്ലാം തീർക്കുക, കടപ്പാടെല്ലാം തീർത്തിട്ട് പിന്നെ സമയം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോൾ ഒരു നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ എന്താണ് ഒരു കൈവെള്ളയിൽ വെച്ച നാരങ്ങ എന്ന് പറഞ്ഞതുപോലെ നമ്മളെ 100% നമ്മുടെ സുഷുപ്തിയിലും നമ്മുടെ നിലനിൽപ്പിലും മുഴുവൻ നമ്മളെ ഒരാൾ നോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയാണ് എനിക്കുള്ളത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ശാന്തതയല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മനസ്സിൽ. ജോലിപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ ഒരുപാട് അശാന്തിയും സാധാരണ മനുഷ്യർക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തൊരെണ്ണമുണ്ട്, അതായത് ഒരാൾ നോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു തരത്തിലും കൈവിട്ട് കളയില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ പോലീസ് നിയന്ത്രണമാണെന്ന് പറയുന്നത് പോലെ നമ്മുടെ സ്വഭാവത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കാരണം ഞാൻ എന്തെങ്കിലും തരത്തിൽ
മനമര്യാദയ്ക്ക് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഫുൾ ടൈം നോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. പിന്നെ എന്തെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് മോശമായ പ്രവൃത്തികൾ ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും അടുത്ത തവണ അവിടെ ചെല്ലുമ്പോൾ എല്ലാം അറിയുന്നത്, അതായത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലും അറിയുന്ന ഒരു ശക്തിയുടെ മുമ്പിലാണ് പോകുന്നത്. അപ്പോൾ പിന്നെ അവിടെ ചെന്ന് കള്ളത്തിനൊന്നും പറയാൻ ഒക്കില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറയേണ്ട കാര്യമില്ല, മനസ്സിൽ വിചാരിക്കാനും ഒക്കില്ല. അതുള്ളത് കൊണ്ട് അതന്നെ എന്നെ എല്ലാ കാലത്തും സംരക്ഷിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വിഷമങ്ങളില്ലാതല്ല, സകലവിധ പ്രശ്നങ്ങളും മനസ്സിലുണ്ട്, കുഴഞ്ഞു മറിയലുണ്ട്, വികാര വിക്ഷോഭമുണ്ട്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇതൊക്കെ ഉണ്ടെങ്കിലും വിധിക്കനുസരിച്ച് പോയാലും ഒരു താങ്ങുണ്ട് എന്നുള്ള ഒരു തോന്നൽ, അതാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹം പറഞ്ഞതുപോലെ ശാന്തി എന്ന് പറയാൻ ഒക്കില്ല, ശാന്തിയൊന്നുമല്ല, സകലവിധ പ്രശ്നങ്ങളുമുണ്ട്. എന്നാലും അതിനൊക്കെ അപ്പുറത്ത് കുഴപ്പമില്ല. ഏറ്റവും കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ആവശ്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് മനസ്സുകൊണ്ട് പോലും പറയാറില്ല. അറിഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളും അറിയാം എന്ന് എനിക്കറിയാം. അപ്പോൾ അത് തീരേണ്ടപ്പോൾ തീരും, എന്ത് പറഞ്ഞാലും അതിൻ്റെ അപ്പുറത്ത് അദ്ദേഹം ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ്, അതുകൊണ്ടുള്ള ഒരു ശാന്തിയാണ്. ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ബാക്കിയുള്ളവർക്കുള്ള പ്രശ്നങ്ങൾ ചിലപ്പം ഈ പറഞ്ഞ പോലെ അന്തർമുഖത്വവും കൂടെ ആയതുകൊണ്ട് ആരും പറയില്ലല്ലോ. അപ്പം നമ്മൾ കൂടുതൽ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതിന് ഒരു സംശയമില്ല. താങ്കളുടെ നിരീക്ഷണത്തിൽ മൗനവും അന്തർമുഖതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പം മൗനം എന്ന് പറഞ്ഞാൽ അതിന് ആദ്യമായിട്ട് ഒരു ഭൗതികമായ ഒരു തലം, അതായത് നമ്മൾ സംസാരിക്കാതിരിക്കുക. അത് നമ്മുടെ ഈ വാക്കേന്ദ്രിയം കൊണ്ട്, നാക്കുകൊണ്ട് നമ്മൾ സംസാരിക്കാതിരിക്കുക. അതിൻ്റെ കഴിഞ്ഞ് അകത്തോട്ട് പോയാൽ പിന്നെ ചിന്തകളാണ്, ചിന്തകളും സംസാരങ്ങളാണ്. ആദ്യം ഒരു ചിന്തയായിട്ട് ഉദിക്കുന്നതാണല്ലോ സംസാരമായിട്ടും പ്രവൃത്തിയായിട്ടും ഒക്കെ പുറത്തു വരുന്നത്. അപ്പോൾ രണ്ടാമത് വരുന്നത് ചിന്തകളാണ്. അപ്പോൾ ചിന്തകൾ അടങ്ങുക, അപ്പോൾ ആന്തരികമായ ഒരു മൗനം. ആ മൗനവും കഴിഞ്ഞാലേ അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ട് എന്നുള്ളത് ഇപ്പം പറയുമല്ലോ, രണ്ട് ശ്വാസത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു വിടവ് അവിടെയാണ് കിടക്കുന്നതെന്ന് പറയുന്നത് പോലെ ആ മൗനം ശരിക്കും വരുന്നത് അവിടെയാണ്. രണ്ട് ചിന്തകൾക്കിടയ്ക്കുള്ള ഒരു ചിന്ത ഉയർന്നു, അത് തീർന്നു, അത് ലയിച്ചു, അടുത്തത് ഉയരുന്നതിന് മുമ്പുള്ള ആ ഒരു ഗ്യാപ്പ് അവിടെ ആയിരിക്കണം. കാരണം വായിച്ചിട്ടുള്ള അങ്ങനെയാണ്, അവിടെ ആയിരിക്കണം അത് കിടക്കുന്നത്. അപ്പോൾ ആ ആന്തരികമായ ഒരു മൗനത്തിൻ്റെ ഒരു കാര്യവും കൂടെ ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു നിമിഷത്തിൻ്റെ എത്രയോ 1/4 ഭാഗമെങ്കിലും ഇത് സാധിക്കാമെങ്കിൽ, ആ നിർവികൽപ്പ സമാധി സാധിക്കാമെങ്കിൽ പിന്നെ രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം അത് വായിച്ചപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ആ ഒരു ഇടവ് കണ്ടുപിടിക്കാൻ പോകുമെന്ന്. അപ്പോൾ മൗനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ആദ്യം ഭൗതികമായ മൗനം, പിന്നെ ആന്തരികമായ മൗനം. ആ മൗനം ചിന്തകൾ അടങ്ങണം, ചിന്തകൾ അടങ്ങി കഴിയുമ്പോൾ കിട്ടുന്ന മൗനമായിരിക്കണം ഈ മൗനം എന്ന് പറയുന്നത്. പിന്നെ ഈ വിപാസന എന്ന് പറഞ്ഞ് മൗനത്തിലിരിക്കുന്ന ഒരു സംഗതിയുണ്ട്, ഉണ്ടല്ലോ വിപാസന മെഡിറ്റേഷൻ. എനിക്ക് പലപ്പോഴും പോയി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് വട്ടുപോലെ ആവുമെന്നൊക്കെ. അതും പക്ഷേ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് തന്നെയായിരിക്കണം. വേറെ പുറത്തുനിന്നുള്ള ശല്യങ്ങളൊന്നും ഇല്ലാതെ ഇരുന്ന് മനസ്സിനെ ചിന്തകളെപ്പോൾ അടങ്ങും എന്നുള്ളത് തന്നെയായിരിക്കണം. ചിന്തയും കൂടെ അടങ്ങിയാലല്ലേ മൗനമാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പ്രണവത്തിലെങ്ങാനും ഒരു ചിന്തയിൽ മൗനം കിട്ടുക, എനിക്ക് അനുഭവമില്ല, എനിക്ക് അതിനെക്കുറിച്ചൊരു സാങ്കേതികമായ പരിജ്ഞാനമില്ല. പക്ഷേ ആ മൗനത്തിനാണ് നമ്മളെല്ലാം ശ്രമിക്കുന്നത്. അന്തർമുഖത തീർച്ചയായിട്ടും അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാലും ഇത് അതിനെ കുറേ സഹായിക്കുമെന്ന് തോന്നുന്നു. കാരണം വീണ്ടും പുറത്തോട്ട് പോകുന്നതല്ല, ആദ്യം നമ്മൾ അകത്തോട്ട് തന്നെയാണ് സ്വാഭാവികമായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ ഒരു എഫർട്ട് കുറവാണെന്ന് തോന്നുന്നു. ഉദാഹരണത്തിന് ഇയാളധികം മിണ്ടാത്ത, ഇപ്പം നമ്മളൊരു കമ്പനിയിൽ ഇരിക്കുകയാണ്, അപ്പം നമ്മളധികം മിണ്ടാത്തയാളെന്ന് പറഞ്ഞാൽ നമ്മളധികം ചെല്ലും ചെയ്യില്ല, അവനങ്ങനെയാണ്. ആ കമ്പനിയിൽ ഇരുന്നാൽ മതി, അപ്പോൾ അധികം വർത്തമാനം നമ്മുടെ അടുത്ത് പറയില്ല. അതുപോലെ കുടുംബത്തിലായാലും അങ്ങനെ ഒരു ഇതുണ്ട്. അയാൾ മിണ്ടായിരുന്ന ഇയാൾക്ക് എന്തോ കുഴപ്പമാണോ അസുഖമാണോ എന്ന് വന്ന് ചോദിക്കില്ല, കാരണം ഇയാളുടെ സ്വഭാവം അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ അതൊരു മൗനത്തിനും കുറച്ചുകൂടെ ഒരു മനസ്സടങ്ങാനും കുറച്ചുകൂടെ ചിലപ്പോൾ സഹായിക്കുമായിരിക്കാം. അപ്പം മൗനത്തിനെക്കുറിച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സർ, നമ്മളൊരു ഗുരുവിലേക്ക് കണക്ട് ചെയ്യപ്പെടുമ്പോൾ ഒരു ഗുരു പരമ്പരയെ മൊത്തം നമ്മൾ കണക്ട് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ആവുമ്പോൾ നിസർഗദത്തെ പറ്റി താങ്കൾക്കൊന്ന് വിവരിക്കാമോ? അത്
അദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ ആദ്യം അറിയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ അച്ഛൻ്റെ മൂത്ത സഹോദരൻ, അദ്ദേഹം ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ജ്യോത്സ്യത്തിലൊക്കെ താല്പര്യമുണ്ട്, കുറച്ച് ആത്മീയ താല്പര്യമുണ്ട്, ആത്മീയ വായനയുണ്ട്. ചിന്മയാനന്ദ സ്വാമിയുടെയൊക്കെ രീതി ഇഷ്ടപ്പെടുന്നവരാണ് അവർ. രീതി എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യുന്ന, അദ്ദേഹം ഒരുപാട് വായനയുണ്ട്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഒരു 10-25 കൊല്ലം മുമ്പേ പോയപ്പോൾ എനിക്ക് പുസ്തകം എടുത്തു, ഐ ആം ദാറ്റ് എന്ന് പറഞ്ഞ്, നിസർഗദത്ത മഹാരാജ് ടോക്സ് ഓഫ് നിസർഗ. അത് അദ്ദേഹം മറാത്തിയിൽ പറഞ്ഞ കാര്യങ്ങൾ, മോറിസ് ഫ്രൈഡ്മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ മുമ്പിൽ നിന്ന് മഹാത്മാഗാന്ധിയൊക്കെ പരിചയമുള്ളൊരു ഒരു ജ്യൂ ഒരാളാണ് അദ്ദേഹം, ഒരു ജൂതനാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയത്, അദ്ദേഹം ആ മറാത്തിയിൽ എഴുതിയെടുത്തതിൻ്റെയൊക്കെ അദ്ദേഹം തന്നെ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത പുസ്തകമാണത്. അപ്പോൾ അത് വായിക്കാൻ തന്നു. അത് ഞാൻ ആദ്യം കൊണ്ടുവച്ചു ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊക്കെ വായിച്ചു. കാരണം അത് ഇത്തിരി ഒരു ഒട്ടും ലളിതമല്ല അത്. കാരണം നമുക്ക് ആ ഒരു വേദാന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലം ഉണ്ടെങ്കിലേ നമുക്കത് വായിച്ചാൽ അതിനകത്ത് എന്താ പറയുന്നതെന്ന് മനസ്സിലാവുള്ളൂ. എന്നാലും കുറച്ചൊക്കെ എനിക്ക് ഈ പറഞ്ഞ് കേട്ടിട്ടൊക്കെ ഒരു ഇതുള്ളത് കൊണ്ട് ഞാനത് ഇടയ്ക്കിടയ്ക്കൊക്കെ വായിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വായിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് ഈ ജീവിതത്തിൽ നല്ല കാര്യമായ പ്രയാസങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ അന്വേഷിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അച്ഛന് പെട്ടെന്ന് അസുഖം വന്നു. അദ്ദേഹത്തിന് 62 വയസ്സായിരുന്നപ്പോഴത്തേക്കും ക്യാൻസർ വന്നു. ക്യാൻസർ വന്ന്, അതായത് തൊണ്ടവേദനയൊക്കെ ആയിട്ട് വന്ന് ചികിത്സിച്ച് അവസാനം പറഞ്ഞത്, കൊണ്ടുപോയി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് 1 മാസമേ ഉള്ളൂ ജീവിക്കാൻ, പരമാവധി 1 മാസത്തിനകത്ത് ആൾ പോകുമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ നടന്ന് കാറിൽ കയറി ഡോക്ടറെ പരിശോധിക്കാൻ വന്ന ആളാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം എനിക്ക് ഒരു 3 മാസത്തോളം ജീവിച്ചു. 3 മാസത്തോളം ജീവിച്ചത് അച്ഛൻ തന്നെ പറഞ്ഞു, ഈ കീമോതെറാപ്പിയും ഇതൊന്നും ചെയ്യണ്ട, അതൊന്നും ചെയ്യാൻ താല്പര്യമില്ല, അതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് പിന്നെ എന്തോ നാട്ടുവൈദ്യമൊക്കെ ചെയ്തു. പക്ഷെ 3 മാസം ഈ അദ്ദേഹം ശരിക്കും ഒരു ചാരുകസേരയിൽ ഇരുന്നാണ് 3 മാസം തള്ളി നീക്കിയത്. അതായത് കിടക്കാൻ പറ്റില്ല, ത്രോട്ടിലെ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ കിടക്കുമ്പം തലവേദന ഭയങ്കരമായതുകൊണ്ട് കിടക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇരുന്ന് പിന്നെ വീട്ടിൽ വെച്ച് തന്നെ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ നടത്തി പെയിൻ കില്ലറൊക്കെ കൊടുത്ത് അങ്ങനെ 3 മാസം ഇരുന്നാണ് അച്ഛൻ മരിച്ചത്. അപ്പോൾ അത് ശരിക്ക് എനിക്കന്ന് ആ സമയത്ത് ജോലിയുണ്ട്, എന്നാലും ഞാൻ കഴിയുമ്പോഴൊക്കെ അവിടെ വന്ന് നിന്ന് അത് ശരിക്ക് ജീവിതത്തിനെ ഇങ്ങോട്ട്, അതായത് ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ വേണ്ടപ്പെട്ട, ഇപ്പോൾ ജോലിയിൽ ഒരുപാട് മരണങ്ങളും പല പ്രശ്നങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്, അത് താൽക്കാലികമായിട്ട് നമ്മളെ വിഷമിപ്പിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു വലിയൊരു അടിയാണ്. അതായത് ജീവിതത്തിൽ ഇങ്ങനത്തെ ചില സംഭവങ്ങളുണ്ട്, നമുക്ക് ഒരു പിടിയും കിട്ടാത്ത സംഭവങ്ങളുണ്ട് എന്നുള്ളത് പിടികിട്ടി. അപ്പോൾ ഞാൻ ആലയ സമയത്തോട് പോകുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിന് അറിയാം, പക്ഷെ അത് മാറാത്ത പ്രാരബ്ധമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മരണം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തോന്നി ഇതിനൊക്കെ എന്തെങ്കിലും ഒരു അർത്ഥം കാണണം. അതായത് നമ്മൾ വെറുതെ ഇത്രയും മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്ന് ലോകത്തിൽ ജീവിച്ച് മരിച്ച് ഒരു വാഴയിലേക്ക് കിടത്തി എടുത്തുകൊണ്ട് പോയി. അതായത് ഈ 3 മാസം ഇരുന്ന അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് നേരത്തെ കിടത്തിയത്. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഭയങ്കര റിലീഫാണ്, അച്ഛൻ ഇപ്പോഴെങ്കിലും ഇങ്ങനെ നേരെ കിടക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ജീവിതം എന്ന് പറയുന്നതിൽ ഇതിനെക്കാട്ടിലും കൂടുതൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും എന്നെനിക്കൊരു തോന്നൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കണമെന്നുള്ളത്. അപ്പോൾ ഈ പുസ്തകം എടുത്തു വായിച്ചു. അപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒന്നും കോട്ട് ചെയ്യുന്നില്ല, ഒരു തരത്തിലുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളെയും അദ്ദേഹം കോട്ട് ചെയ്യുന്നില്ല. പക്ഷെ പറയുന്നത് മുഴുവൻ അതിലുള്ളതൊക്കെ തന്നെയാണ് പറയുന്നത്, വേദാന്തത്തിൻ്റെ അങ്ങേയറ്റമാണ് പറയുന്നത്. പക്ഷെ പറയുന്നത് അതിലും നേരത്തെ പറഞ്ഞതുപോലെ മുമ്പ് വന്നിരിക്കുന്ന സംസാരിക്കുന്ന ആളുടെ രീതിക്കും പ്രകൃതിക്കും അനുസരിച്ചാണ് പറയുന്നത്. അയാൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഉത്തരം. ചിലപ്പോൾ നമുക്ക് ചിലത് തോന്നിയാൽ പരസ്പര വിരുദ്ധമാണെന്നോ അദ്ദേഹം ഇത് എന്താ പറയുന്നതെന്ന് തോന്നും. പക്ഷെ നമ്മളത് വായിച്ചു വരുമ്പോൾ മനസ്സിലാവും, ആ ഇരിക്കുന്നവൻ്റെ മനസ്സിൽ അവൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരവാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, പിന്നെ അതിനകത്തൊരു സ്വാർത്ഥതയുണ്ട്. വായിച്ചപ്പോൾ എനിക്ക് തോന്നി കാരണം ഇത്ര നല്ലൊരു പുസ്തകം മലയാളത്തിലില്ല, എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലില്ലല്ലോ, ഇതിന് അത്ര പ്രചാരമില്ലല്ലോ എന്ന് തോന്നി. അപ്പോൾ പിന്നെ ഇതൊന്ന് എഴുതാം, കാരണം മലയാള ഭാഷ എനിക്കിഷ്ടമാണ്, ഞാൻ മലയാള സാഹിത്യമാണ് സിവിൽ സർവീസിൻ്റെ അടുത്ത് ഒരു വിഷയമായിട്ട് പഠിച്ച്, പണ്ടേ നോവലൊക്കെ വായിക്കും, കവിതയൊന്നും വലിയ ഇതില്ല. അപ്പോൾ അതിനകത്തൊരു ഒരു സ്വാർത്ഥതയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളെന്തെങ്കിലും ചെയ്തു എന്നുള്ള അതെനിക്ക് തോന്നുന്നു നമുക്ക് പ്രയാസമൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള അതിനെ അങ്ങോട്ട് വേറെ എന്തെങ്കിലും തരത്തിൽ സപ്ലിമേറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് എഴുതാൻ തുടങ്ങിയത്. അതൊരു 7-8 വർഷം കൊണ്ടാണ് എൻ്റെ തർജ്ജമ എഴുതി തീർത്തത്. തർജ്ജമ എഴുതി ഞാൻ സ്വാമിയുടെ അടുത്ത് പറഞ്ഞിരുന്നു, എഴുതുന്നുണ്ട്, നല്ല കാര്യമാണെന്ന് പറഞ്ഞു.
അപ്പോൾ അത് എഴുതി 7-8 വർഷം കഴിഞ്ഞു. പിന്നെ നമ്മുടെ തുറവൂർ വിശംബരൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ കുറിച്ച് കേട്ടതാണ്. ഒരു പണ്ഡിതരാണ്. ഒരു പണ്ഡിതൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു റിയലൈസ്ഡ് സോള് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് കൊള്ളാം, ഒരു കുഴപ്പമില്ല, കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെനിക്ക് യാതൊരു ഗ്രാഹ്യമില്ലാത്തൊരു ഫീൽഡാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കഴുത കുങ്കുമം ചുമക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണത്. വലിയ കാര്യങ്ങളൊക്കെ എഴുതിയെങ്കിലും അതൊന്നും എനിക്കതൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പം നമുക്ക് വായിച്ചാൽ മനസ്സിലാവും, ആശയപരമായിട്ട് നമുക്ക് മനസ്സിലാവും, പക്ഷെ അനുഭവം ഇല്ല. പക്ഷെ എന്നാലും അത് എഴുതി തീർത്തു. അത് എഴുതി തീർത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഗുരു പരമ്പരയാണ്. അപ്പോൾ അതിൽ ഇത് ചെയ്യാൻ എന്ത് പറഞ്ഞാലും ഒരു വിധി ഉണ്ടായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ വേറൊരാളും കൂടെ എഴുതി, അതായത് ഇത് പബ്ലിഷ് ചെയ്യുന്ന പബ്ലിഷിംഗ് റൈറ്റ്സ് ഉള്ള പൂനെയിലെ അവർ എനിക്ക് എഴുതാൻ തന്നു, വേറൊരാൾക്കും കൂടെ എഴുതാൻ കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും എഴുതി. അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ അതിലൊരു എന്തോ ഒരു കർമ്മബന്ധമുണ്ട്. അതുകൊണ്ടാണ് അത് എഴുതുന്നത്. അപ്പോൾ അത് എഴുതിയിട്ട് എനിക്ക് അനുഭവത്തിൽ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ കുറേയൊക്കെ എനിക്ക് എൻ്റെ സംസ്കാരത്തിൽ കയറി കാണണം. അത് തീർച്ചയായിട്ടും ഭാവിയിൽ എന്നെ സഹായിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ കഴിഞ്ഞ വർഷം പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ അവിടെ സമാധിയിൽ പോയി തൊഴാനുമൊക്കെ ഉള്ളൊരു അവസരമുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധം. പക്ഷേ അദ്ദേഹത്തിനെ നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ആകർഷിക്കുന്നത് ഏത് ചോദ്യത്തിനും ഒരു യുക്തിക്ക് 100% യുക്തിക്ക് നിരക്കുന്ന, ഒരു തരത്തിലും ഖണ്ഡിക്കാൻ പറ്റാത്ത ഉത്തരം പറയുന്നുണ്ട്. ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഏത് ചോദ്യത്തിനും ഒരു ഊന്നുവടിയുടെയും സഹായമില്ലാതെ പറയുന്നത്. ഊന്നുവടിയൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഒരു ഊന്നുവടിയുടെയും സഹായമില്ലാതെ പറയുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇത് എന്തോ ഒരു സംഭവമാണത്. ഇത് ശരിക്കത് ആളുകൾ വായിക്കാതിരിക്കുന്നത് കഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അതും പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കെന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു സ്വാർത്ഥതയും. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നാണ് അത് എഴുതിയത്. പക്ഷെ അതൊരു പ്രത്യേക ഒരു പുസ്തകമാണ്. അപ്പോൾ ഇത് എഴുതാനും പിന്നെ അത് ഇവിടുത്തെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എഴുതാനും പിന്നെ പലരും വായിച്ച ഒരു 3-4 പേരൊക്കെ വിളിച്ച് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം, ഇതെങ്ങനെയാണ് നന്നായെന്ന് പറയുന്നത്. നമുക്ക് യാതൊരു വിവരമില്ലാതെടുത്ത് എഴുതിയതാണത്. അപ്പോൾ ഈ എന്താണ് അറ്റോമിക് എനർജിയെക്കുറിച്ച് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ഇക്വേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് ഇക്വേഷനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ, നമ്മൾ ഭാഷാന്തരം ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നാലും എന്തെങ്കിലും അതിൻ്റെ ഒരു സംസ്കാരം കയറി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതൊരു നല്ല അനുഭവമായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ അനുഭവമൊക്കെ ഏകദേശം അതിൽ കൂടെയൊക്കെയാണല്ലോ വരുന്നത്. സാർ, അടുത്ത എൻ്റെ ചോദ്യം വിദ്യ. സാർ, മാതാപിതാക്കൾ കുട്ടികളെ വിദ്യാസമ്പന്നരാവാൻ വേണ്ടി സ്കൂളുകളിലേക്ക് അയക്കുന്നു. പക്ഷെ അടിസ്ഥാനപരമായി ഒരു മാനവന് കൈവരേണ്ടത് ആത്മവിദ്യയല്ലേ? അത് നമ്മൾ ജനതയ്ക്ക് സാധിക്കുന്നുണ്ടോ? അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? അതിൽ അടിസ്ഥാനപരമായിട്ട് ഈ വിദ്യ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ജീവിതം നയിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ മൃഗങ്ങളുടെ കാര്യം എടുത്ത്, ഇപ്പോൾ ഒരു പൂച്ചയുടെ കാര്യം എടുത്താൽ പൂച്ചക്കുട്ടികളെ കുറച്ച് നാൾ കൂടെ കൊണ്ട് നടത്തും, എലിയെ പിടിക്കാനും അതിൻ്റേതായ ജീവിതം അപകടമില്ലാതെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ അത് പഠിപ്പിക്കും, അതിൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവേചന ബുദ്ധിയുള്ള മനുഷ്യനിപ്പോൾ ചെയ്യുന്നത് അത് തന്നെയാണ്. അതായത് വിദ്യാഭ്യാസം എന്നുള്ളത് കാരണം സമൂഹത്തിൽ ജീവിക്കുന്നു. അപ്പോൾ സമൂഹത്തിൽ ജീവിക്കുമ്പം സമൂഹത്തിൽ നമ്മൾ ജീവിതം 2 കാര്യങ്ങളാണല്ലോ. ഒന്ന് ജീവൻ നിലനിർത്തുക, രണ്ടാമത് നമ്മുടെ ജീവിതം നിലനിർത്തുക. അപ്പോൾ ജീവൻ നിലനിർത്താനുള്ള പദ്ധതികൾ, ഏതൊക്കെ അപകടങ്ങളുണ്ട്, ഏതൊക്കെ ചെയ്യാം, ഏതൊക്കെ ചെയ്തുകൂടാ, അതായത് ഭൗതികമായിട്ട് ജീവിതം നിലനിർത്തുക. പിന്നെ രണ്ടാമത് ജീവിതം മെച്ചപ്പെടുത്താം. കാരണം സമൂഹം എന്ന് പറയുമ്പോൾ ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ഭൗതിക സുഖങ്ങളുടെ പിറകെ, അതായത് നമുക്കൊരു നിലയ്ക്കെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമുക്ക് അതിനകത്തിപ്പോൾ ഒരുപാട് ഈ മോറൽ ലെസൺസ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും, പല മഹാന്മാരുടെയൊക്കെ കഥകളും മറ്റുമൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു പരീക്ഷാ കേന്ദ്രീകൃതമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചൊരു ഉത്തരവ് എഴുതേണ്ട ഒരു കാര്യമായിട്ട് പഠിപ്പിക്കുന്നുള്ളൂ. അത് എത്രമാത്രം അയാളുടെ ആ വ്യക്തിയുടെ പഠിക്കുന്ന കുട്ടിയുടെ സംസ്കാരത്തിൽ ചേരണം എന്നുള്ളത്, അല്ലെങ്കിൽ സംസ്കാരത്തിലുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്ന രീതിയിലൊന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഏറ്റവും അടിസ്ഥാനപരം ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി വേണം, എന്തിനാ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ജോലി വേണം. അപ്പോൾ അതുപോലെ പഠിക്കണം, ജനിച്ചാൽ പഠിക്കണം, ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ പഠിക്കണം. കാരണം വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ശരീരമില്ലെങ്കിൽ, ചുവരില്ലെങ്കിൽ ചിത്രം എഴുതാൻ ഒക്കില്ല എന്ന് പറയുന്ന പോലെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കില്ല. പിടിച്ച് നിന്നിട്ട് വേണമല്ലോ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു സാധാരണഗതിയിൽ. ഇപ്പം ചിലരുടെ ജീവിതം അങ്ങനെയല്ല, നേരത്തെ പറഞ്ഞ പോലെ കഷ്ടപ്പാടുകളും ഇതും കൊണ്ട് ആദ്യമേ ഇതിലേക്ക് തിരിയുന്നവർ കാണാം. പക്ഷേ സാധാരണ മനുഷ്യൻ്റെ കാര്യത്തിൽ അതല്ലല്ലോ. പക്ഷേ പലപ്പോഴും ചോയ്സ് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത്, എനിക്ക് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്,
അപ്പോഴാണ് ഈ കർമ്മസിദ്ധാന്തം എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ സഞ്ചിതം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ അനുഭവിച്ച് തീർക്കണം. അപ്പോൾ അനുഭവിച്ച് തീർക്കാനായിട്ട് ചില സമയത്ത് നമ്മളൊരു സാധാരണഗതിയിലുള്ള വിദ്യാഭ്യാസമൊക്കെ കിട്ടി ജീവിതം വന്നിട്ട് ചെയ്യും. അതല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യമേയൊക്കെ തെറ്റിത്തിരിഞ്ഞ് പോയി അതിൽ നിന്ന് അതപ്പം നമ്മൾ നമ്മുടെ ഈ കർമ്മ ബലത്താൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ച് ചിലർ പെട്ടെന്ന് തന്നെ ആത്മീയമായിട്ട് തിരിഞ്ഞു പോകും, ചിലർ കഷ്ടപ്പെട്ട് ആത്മീയതയിലേക്ക് പോയി ഈ ജന്മത്തിലൊന്നും നേടാതെ പക്ഷേ ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയിട്ട് പോകും. ചിലർ ഈ പറയുന്ന പോലെ ഇപ്പം എന്നെയൊക്കെ പോലെ ഒരു നല്ല ജീവിതം ഒരു റീസണബിളി ഒരു നല്ല സ്ഥലത്തെത്തി, അതായത് ജീവിക്കാൻ ഒരു സുരക്ഷിതത്വം കിട്ടിക്കഴിഞ്ഞിട്ട് പല അനുഭവങ്ങളും കൊണ്ട് നമ്മൾ ഇതിലേക്ക് തിരിയും. അപ്പോൾ ഇത് ഈ ആത്മവിദ്യ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ പാകപ്പെടലിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ അലി സ്വാമിയുടെ അടുത്ത് പോകുമ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം വലിയ തത്വശാസ്ത്രങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് മര്യാദയ്ക്ക് ജീവിക്കുക, അങ്ങനത്തെ സാധാരണ കാര്യങ്ങൾക്ക് ഉത്തരം. എന്നിട്ട് ഇതും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് സമയമാകുമ്പോൾ ചെയ്താൽ മതി, ഇപ്പോഴേ കിടന്ന് വെപ്രാളപ്പെടണ്ട, ഓടണ്ട. ഇപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് സൈനസൈറ്റിസും പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഹിമാലയത്തിൽ പോകുന്ന കാര്യം, തണുപ്പാണ്, പ്രശ്നമാണ്. അപ്പോൾ പറഞ്ഞു ഒരിടത്തും പോകണ്ട, അങ്ങനെ ഒരിടത്തും കിടന്ന് അലയേണ്ട കാര്യമില്ല, ഒരിടത്ത് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് യോജിക്കുന്ന ഒരു ഉത്തരവാണത്. അപ്പോൾ ആ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കണം എനിക്ക് തോന്നുന്നു ഈ ആത്മവിദ്യയിൽ നമ്മൾ എത്തിപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ബലമായിട്ട് ഇപ്പം നമ്മളൊരു കുട്ടിയെ നമ്മുടെ മക്കളെ തന്നെ നമ്മൾ ഈ ഈശ്വരീയമായ കാര്യങ്ങൾ പറയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈശ്വരീയമായ കാര്യങ്ങൾ പറയാനും ഒക്കെ തുടങ്ങുമ്പോൾ പലരും അവരിപ്പം ഇത് ദൈവം ഉണ്ടെങ്കിൽ കാണിച്ചാൽ ഉണ്ടോ ഇല്ലയോ, വിളക്ക് കത്തിക്കുന്നത് എന്തിനാണ്, അമ്പലത്തിൽ പോകുന്നത് എന്തിനാണെന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് കുറേയൊക്കെ അത് ഫലപ്രദമായിട്ട് മറുപടി പറയാൻ സാധിക്കുമെങ്കിലും ഇപ്പോൾ ആ ചിന്താഗതി പൊതുവേ നിലനിൽക്കുന്ന ചിന്താഗതി, സമൂഹത്തിൽ നിലനിൽക്കുന്ന ചിന്താഗതി ഭയങ്കര വ്യത്യസ്തമാണ്. അപ്പോൾ അവരെ ഈ സമൂഹത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന മറ്റു കുട്ടികളുമായിട്ട് ഇടപെടുന്ന കുട്ടികൾക്കും അതേ ചിന്താഗതി തന്നെ വരും. അപ്പോൾ അതിൽ വളരെ കുറച്ച് പേര് മാത്രമേ, എന്നാലും ഇപ്പോഴുള്ള കുട്ടികളുടെ ഇടയിൽ മാറിപ്പോകുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പ് തന്നെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഒരുത്തൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും അവന് ആ വിദ്യയ്ക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനനുസരിച്ച് അവന് കിട്ടും, അല്ലെങ്കിൽ അവനെ അത് പാകപ്പെടുത്തി എടുക്കും. എനിക്ക് തോന്നുന്നത് അതാണ്. കാരണം വിദ്യാഭ്യാസം എന്ന് ഇപ്പോഴത്തെ ഔപചാരികമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരുപാട് കുറവുകളുണ്ട്. ഇപ്പം നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം പറഞ്ഞതുപോലെ അത് ഇപ്പോഴത്തെ കാലത്തിൻ്റെ ആയിരിക്കാം, കലികാലത്തിൻ്റെ ആയിരിക്കാം. കാരണം പണ്ട് ഈ വൈകുന്നേരം ഇരുന്ന് രാമനാമം ജപിക്കണമെന്നുള്ളതൊരു നിർബന്ധമായിരുന്നു, വിളക്കുകൊളുത്തന്നെ. ഇപ്പോൾ അതില്ല. അതുപോലെ ഇപ്പോൾ കുട്ടികളെ ഒന്നും നമ്മൾ ഇപ്പോൾ മരണത്തിനായാലും ജനനത്തിനായാലും വീട്ടിലെ പ്രശ്നങ്ങളിലൊന്നും നമ്മൾ കുട്ടികളെ ഇടപെടുത്തൂല. അവനെയൊക്കെ പിടിച്ച് മുറിക്കാത്തിരുത്തി അവൻ പഠിച്ച് അവൻ്റെ ശ്രദ്ധ കളയേണ്ട, പഠിച്ച് നന്നായിക്കോട്ടെ. അപ്പോൾ അതായത് സമൂഹത്തിലെ ഭൗതികമായ പ്രശ്നങ്ങളും എന്നിട്ട് വേണമല്ലോ ആത്മീയമായ പ്രശ്നം. അപ്പോൾ രണ്ടിലും നമ്മൾ അവരെ ഇടപെടുത്തുന്നില്ല. അതിപ്പോഴത്തെ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷേ എന്നാലും അതിൽ ചിലർ വഴി കണ്ടുപിടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ടത്തേക്കാളും ജനസാന്ദ്രത ഭയങ്കരമായിട്ടങ്ങ് കൂടി. പക്ഷേ അവസ്ഥ പഴയതുപോലെ തന്നെ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും പഴയ കാലം മഹാഭാരതകാലവും രാമായണ കാലവും വെച്ച് നോക്കിയാൽ മനുഷ്യൻ ഇപ്പോഴും ഒരു പൊതുസമൂഹം അല്ലെങ്കിൽ അതിലെ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും അന്ന് കാണിച്ച അതേ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോഴും കാണിക്കുന്നുണ്ടല്ലോ. അതേ തീവ്രതയോടെ അതേ വൈകൃതങ്ങളോടെ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഈ ഭഗവത്ഗീതയും ബൈബിളും നിസർഗദത്തെയും സ്വാമി വിവേകാനന്ദനും ഒക്കെ വന്നിട്ടും എത്ര പേര് നന്നായെന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് നന്നാവുന്നുണ്ട്. നമ്മളിപ്പോൾ പൊതുവായിട്ട് നോക്കുമ്പോൾ കാണുന്നതല്ലാതെ ഒരുപാട് പേരുടെ മനസ്സിൽ ഇതുപോലെ സംസ്കാരം അറിഞ്ഞോ അറിയാതെയൊക്കെ കയറുന്നുണ്ട്. അത് ചിലപ്പോൾ ഇനി വരുന്ന ജന്മങ്ങളിൽ വരുന്ന അവസരങ്ങളിൽ അത് ശരിയാവായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് വന്നിട്ടുള്ളത്, ഈ ജന്മം എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വർഷം കണക്കാക്കിയ 60 വർഷം, അത് കഴിഞ്ഞ് അടുത്ത 60 വർഷം, അങ്ങനെ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അങ്ങനെ സംഭവിച്ചാൽ ഈ ചാക്രികമായിട്ട് സംഭവിച്ചാൽ അത് നടക്കില്ല. അപ്പോൾ വേറെ എന്തൊക്കെ ഇതിൻ്റെ പിറകിൽ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ വിദ്യയെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ്. അതായത് എവിടെ നിൽക്കുന്നത്, എവിടെയോ നമുക്ക് കുറേ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് ചോയ്സ് ഉണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പലരും ഇപ്പോൾ മറ്റേ ശങ്കരാചാര്യരുടെ പഴയ ഒരു കഥയുണ്ടല്ലോ, മതം പൊട്ടി വരുന്ന ആനയുടെ മുമ്പ് ചെന്ന് നിന്ന് അത് പരബ്രഹ്മമാണെന്ന് പറയും. മുകളിൽ നിന്ന് ആനക്കാരൻ പറയും മാറിയിക്കിട ആന മതം പൊട്ടി വരികയാണെന്ന്. അല്ല പരബ്രഹ്മമാണെന്ന് ആന എടുത്ത് കളഞ്ഞിട്ട് പോയി. അപ്പം തിരിച്ച് ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, എങ്കിൽ മോളിരുന്ന പരബ്രഹ്മം പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതേപോലെ ഈശ്വരൻ്റെ നിർദ്ദേശങ്ങൾ നമ്മളിങ്ങനെ ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മളത് എടുക്കും, നമുക്ക് കിട്ടും. ചിലപ്പോൾ നമ്മളത് എടുക്കും, ചിലപ്പോൾ എടുക്കില്ല. പക്ഷേ എടുത്തില്ലെങ്കിൽ പോയി കറങ്ങിയിട്ട് പിന്നെ വീണ്ടും വരും. ഇപ്പോൾ ഈ വിദ്യയും ഇപ്പം നമ്മുടെ ഈ ധർമ്മസങ്കല്പമായിട്ട് നോക്കിയാൽ എനിക്ക് ഏറ്റവും നല്ല ഉത്തരം കിട്ടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തറൂർ വിശ്വംഭരൻ സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു. ഇപ്പോൾ ഈ
വലിയ പ്രശ്നങ്ങളാണ്, മതപരമായിട്ട് വലിയ പ്രശ്നം, ഇപ്പോൾ ഹിന്ദുമതം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം അങ്ങ് ഇടിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല, ഇതെത്ര 6000-7000 കൊല്ലമായിട്ട് നിലനിന്നാണ്, ഇതിനെക്കാട്ടും വലിയ പ്രശ്നങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ധർമ്മത്തിനെ തന്നെ നിലനിർത്താനുള്ള ഒരു കഴിവുണ്ട്, അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ട് അങ്ങ് പോയാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു മറുപടി. അപ്പോൾ അതും ഇതുപോലെയാണല്ലോ, അതായത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ച്. അപ്പോൾ എനിക്ക് ആ വിദ്യയെക്കുറിച്ച് എൻ്റെ ബുദ്ധിയിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു വിശദീകരണം ഇതാണ്. വിദ്യ എന്ന് പറഞ്ഞാൽ ആ വിദ്യ, ആത്മവിദ്യ ക്കുള്ള ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് കുറേശ്ശെ ഉണ്ടാക്കും. കാരണം എല്ലാവരും അവിടെ തന്നെ ചെന്നെത്തണം എന്ന് തന്നെയാണ് ഇതെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കും. പിന്നെ നല്ല പശ്ചാത്തലം ഉണ്ടെങ്കിൽ അതിനുള്ള വഴികൾ കാണിച്ചു തരും. ചിലപ്പോൾ നമ്മൾ അപ്പോഴത്തെ മോഹത്തിൽ ആ വഴിയെടുക്കാതെ തിരിഞ്ഞു പോയാൽ പിന്നെയും ഒരു തട്ടൊക്കെ കിട്ടി തിരിച്ച് കറങ്ങി വന്ന് വീണ്ടും കുറച്ച് അപ്പുറത്തുനിന്ന് ആ വണ്ടിയിൽ തന്നെ കയറും, പല വളഞ്ഞ വഴി കൂടെ ലക്ഷ്യത്തിലെത്തുന്ന പോലെ. അപ്പം വിദ്യ എന്ന് പറഞ്ഞതിന് ഒരു പൊതുവായിട്ട് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. സർ, അടുത്ത എൻ്റെ ചോദ്യം സഫറിങ്സ്, വേദന എന്ന് വെച്ചാൽ ശുദ്ധോദന മഹാരാജാവ് എല്ലാ പരിരക്ഷയും എല്ലാ സുഖങ്ങളും കൊടുത്താണ് സിദ്ധാർത്ഥനെ വളർത്തിയത്. എന്നാൽ വേദന എന്താണെന്ന് അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കണ്ടപ്പോഴാണ് അദ്ദേഹം അതിൻ്റെ ശാസ്ത്രത്തിലോട്ട് പോയത്. അർജുനൻ തൻ്റെ സഹോദരങ്ങൾ മുന്നിൽ നിൽക്കുന്നു, വേദന എന്തെന്നറിഞ്ഞപ്പോഴാണ് അദ്ദേഹവും ഈ പറയുന്ന അറിവിലേക്ക് ആഴത്തിലേക്ക് ചിന്തിച്ചത്. സാറിന് അതിനെപ്പറ്റി എന്താണ് സംസാരിക്കുന്നത്? അത് കാര്യം ശരിയാണ്. അതിന് ഒരു ഉദാഹരണം, ഇപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ അധ്യാപകൻ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ കാലത്തുള്ള ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണ്. ഒരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം അറിഞ്ഞൂടാ, ഇങ്ങനെ വാ, കൈ നീട്ട്, 2 തരുന്നു. അപ്പോൾ അടുത്ത തവണ നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കും. അടുത്ത തവണ വരുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം പഠിച്ചുകൊണ്ട് വരും. അതൊരു ചെറിയ സഫറിങ്ങുമായിട്ടൊരു ബന്ധമുണ്ട്, അതായത് ഒരു കോൺസിക്വൻസ് എന്നുള്ള നിലയ്ക്ക് ഒരു സഫറിങ്ങുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ അതേപോലെ ജീവിതത്തിൽ, കാരണം ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ സെൻസസിന് ആനന്ദം തരുന്ന തരത്തിലുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് പോകുക തന്നെ ചെയ്യും. അപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് തിരിച്ച് വരുമോ എന്നുള്ളതാണ്, എങ്ങനെ തിരിച്ചു വരും, ഏത് തരത്തിലുള്ള പ്രചോദനം കൊണ്ട് തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് പലർക്കും പ്രചോദനം പലതരത്തിലാണ്. ഇപ്പോൾ സഫറിങ് സാധാരണഗതിയിൽ ഈ ഒരു സാധാരണ ജീവിതം, സുഖം, കാര്യങ്ങൾ ഒരു കേന്ദ്രീകൃതമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിലാണ് ഈ സഫറിങ് വരുമ്പോൾ ഇതിലേക്ക് മാറുന്നത്. നേരത്തെ ഈ അതിൻ്റെ ഒരു പിൻബലമുള്ളവർക്ക്, ഇപ്പോൾ ശ്രീരാമകൃഷ്ണനെ കുറിച്ച് കഥ വായിച്ച് കേട്ടിട്ടുള്ളത്, ഒരു ദിവസം വയലിൻ്റെ മുകളിൽ കൂടെ കുറേ വെള്ള കൊറ്റികൾ പറന്നു പോകുന്നത് കണ്ടപ്പോൾ ആ ഒറ്റ കാഴ്ചയിൽ അദ്ദേഹത്തിന് ഒരു സമാധിയാവസ്ഥ കൈവന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു പശ്ചാത്തലം കിടക്കുന്നത് കൊണ്ടാണ്. അപ്പം പക്ഷേ എന്നാലും സഫറിങ് എന്ന് പറയുന്നത് ഈ ലോകം മോഹനമായ സുന്ദരമായ കാര്യങ്ങളാണ്. അതേസമയം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഞാൻ വായിച്ച ഈ നമ്മുടെ ശ്രുതി സായിബാബയുടെ സായി സച്ചരിതം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ നാന എന്ന് പറയുന്ന ആൾക്ക് ഈ സുന്ദരമായ വസ്തുക്കളോട് താല്പര്യം തോന്നി, അതിനകത്തൊരു ഒരു കുറ്റബോധം തോന്നുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നാന സുന്ദരമായ വസ്തുക്കളെല്ലാം, ഇതിപ്പോൾ ഞാൻ പറയുന്നത് അതുപോലെയല്ല, കുറച്ച് ഞാൻ ആ ആശയം പറയുക. അപ്പം നീ അതിനെക്കുറിച്ച് മനപ്രയാസപ്പെടേണ്ട കാര്യമില്ല. സുന്ദരമായ വസ്തുക്കളൊക്കെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ തന്നെയാണ്. ആരും സൗന്ദര്യം ആസ്വദിക്കണ്ടെങ്കിൽ പിന്നെ സുന്ദരമായ വസ്തു ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ കണ്ണവിടെ പോയി സൗന്ദര്യം ആസ്വദിച്ച് അതിൽ നിന്ന് വിടുക, മനസ്സങ്ങോട്ട് പോകാതിരിക്കുക, അതിലങ്ങ് ഉടക്കി പോകാതിരിക്കുക. കാരണം ഈശ്വരൻ ഉണ്ടാക്കിയ സുന്ദരമായ വസ്തുക്കൾ നമ്മൾ കണ്ണടച്ച് കാണുന്നില്ല, അത് നമ്മളൊരു വൈരാഗ്യത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് മണ്ടത്തിലാണ്. കാരണം അതും ജീവിതമാണ്, ഇപ്പോൾ അതും പരബ്രഹ്മമാണ്, അതും പരബ്രഹ്മത്തിൻ്റെ പൂർത്തീകരണമാണ് ഓരോ അണുവിലും ചെടിയിലും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കാണുന്നില്ല, കണ്ണടയ്ക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതും നമ്മളതാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ സഫറിങ് എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ആനയെ തോട്ടി കൊണ്ട് പിടിക്കുക, അതിനെ പോകുന്ന വഴിയിൽ കൊണ്ടുപോകാനായിട്ട് ആനയെ തോട്ടി കൊണ്ട് പിടിക്കുക, അതതിനൊരു സഫറിങ്ങാണ്. അപ്പോൾ ആ തരത്തിൽ അപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ പശ്ചാത്തലം എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ച് സഫറിങ് നമുക്ക് ആവശ്യമാണ്. കാരണം പക്ഷേ പിന്നെ ആത്യന്തികമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് വായിച്ചു വരുമ്പോൾ സഫറിങ്ങും സന്തോഷവും, പെയിൻ ആൻഡ് പ്ലഷർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുണ്ടാക്കുന്നതാണ്. നമുക്ക് സുഖകരം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നത് പെയിൻ, നമുക്ക് പ്ലഷർ, നമുക്ക് ഇഷ്ടപ്പെടാത്ത പെയിൻ. ഈ ചില വൈകൃതങ്ങളുണ്ടല്ലോ, വേദന സ്വയം അനുഭവിപ്പിച്ച്, സാഡിസം മസോക്കിസം എന്നൊക്കെ പറഞ്ഞിട്ട് വേദന സ്വയം അനുഭവിച്ച് അതിൽ പ്ലഷർ കണ്ടെത്തുന്നത്, അതിപ്പോൾ ആത്മീയ തലത്തിലല്ലെങ്കിലും
അത് സഫറിങ് ചോദിച്ചു വരുത്തുക. പിന്നെ യേശുക്രിസ്തുവിൻ്റെയൊക്കെ സ്റ്റിഗ്മാറ്റ എന്ന് പറഞ്ഞ് കുരിശിലേറുന്ന ആൾക്കാരുണ്ട്, സഫറിങ് ചോദിച്ചു വാങ്ങിക്കുക. അപ്പോൾ ഈ സഫറിങ്ങിന് പല തലങ്ങളുണ്ട്. അത് ഒരു ആത്മീയ രതിയായി പോകുന്ന അവസരങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ അപ്പം സഫറിങ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണഗതിയിൽ അതായത് നമ്മളെ ഒരു നേരത്തെ പറഞ്ഞ ഈ പോലീസിൻ്റെ റോൾ, അതായത് നിയമത്തിൻ്റെ വഴിയിൽ പൊതു നന്മയുടെ വഴിയിലേക്ക് ആളുകളെ ചിലപ്പോൾ തട്ടിമുട്ടിയൊക്കെ ആ വഴിയിൽ കൊണ്ട് നടത്തേണ്ടി വരും, ശിക്ഷിച്ച് നടത്തേണ്ടി വരും, ഫൈൻ അടിച്ച് നടത്തേണ്ടി വരും. അതേപോലെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ, അപ്പോൾ അതായത് നമ്മുടെ ലക്ഷ്യം ഏതാണെന്നുള്ളത് നമ്മുടെ അപ്പോൾ അതുവരെയുള്ള നമ്മുടെ അവസ്ഥ അനുസരിച്ചിരിക്കുമെന്ന് തോന്നുന്നു, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ആ അതിലേക്ക് നടത്താൻ സഫറിങ് ഒരു തരത്തിൽ നല്ലതാണ്. കാരണം ചിലപ്പോൾ നല്ല സഫറിങ് ഉണ്ടെങ്കിലേ നമ്മളങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു സഫറിങ് കിട്ടും. ആ സഫറിങ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കും. ചിലപ്പോൾ പ്രാരബ്ധം അത്ര ശക്തമല്ലെങ്കിൽ ചിലപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ സാധിച്ചെന്ന് വരും. അപ്പോൾ അടുത്തത് പിന്നെ അത് വേറെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ അനുഭവിക്കും. ഇപ്പോൾ പല തരത്തിലാണല്ലോ പല കാര്യങ്ങളും. ചിലർ ആത്മഹത്യ ചെയ്ത് രക്ഷപ്പെടുന്നു. ആത്മഹത്യ ചെയ്ത് രക്ഷപ്പെട്ടാൽ എനിക്ക് തോന്നുന്നത് അത് വീണ്ടും തിരിഞ്ഞു വരും. പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, ഒരു പാറ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കറങ്ങിപ്പോകാൻ നോക്കി അത് കുറച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ മുമ്പ് വന്നിരിക്കും, നമ്മളത് കയറി തന്നെ പോകണം. അപ്പോൾ ആ രീതിയിൽ ആ തരത്തിലുള്ള സഫറിങ് എന്ന് പറയുന്നത് ഒരു സാധാരണഗതിയിൽ സഫറിങ് പലപ്പോഴും നമുക്കൊരു തിരിച്ചറിവാണ്. ഒരു നന്മയിലേക്കുള്ള അല്ലെങ്കിൽ നമ്മൾ പോകേണ്ട തരത്തിലേക്കുള്ള ഒരു പ്രചോദനമായിട്ട് പലപ്പോഴും സഫറിങ് വരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ സഫറിങ് ഒരു സുഖമുള്ള കാര്യമല്ല. പിന്നെ ആ സഫറിങ് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇതിനകത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. അപ്പം ആ തരത്തിൽ അതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പലപ്പോഴും അത് നന്മയിലേക്ക് കാരണം നമുക്ക് എപ്പോഴും നമ്മളൊന്ന് നമ്മൾ ഓടി അങ്ങ് പോകുന്നതിൻ്റെ ഇടയിലൊന്ന് നിർത്തി ഒന്ന് മാറ്റി ഇതെന്താണെന്ന് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഈ സഫറിങ് എന്ന് പറയുന്നത് പല തരത്തിൽ വരുന്നത്. അപ്പോൾ ആ തരത്തിൽ അതിനൊരു തീർച്ചയായിട്ടും ഗുണകരമായ ഒരു അവസ്ഥയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, എൻ്റെ അടുത്ത ചോദ്യം രമണ മഹർഷി ഹുവാമായി, അതുപോലെ തന്നെ നിഷത് ദത്ത ഐ ആം ദാറ്റ്, ഒരേ കാര്യം തന്നെ രണ്ട് രീതിയിൽ പറയുന്നു. ഓക്കെ, താങ്കൾക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ രമണ മഹർഷി അദ്ദേഹത്തിൻ്റെ കുറച്ച് വായിച്ചതിൽ നിന്നും പിന്നെ നിസർഗദത്ത മഹാരാജ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്നും എനിക്ക് തോന്നുന്നത് അതങ്ങനെ നമുക്കത് അത് രണ്ടും അങ്ങനെ ആ തരത്തിൽ വേർതിരിക്കാമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അതിനുള്ള ഒരു അനുഭവമോ പരിജ്ഞാനമോ എനിക്കില്ല. പക്ഷേ എനിക്ക് വായിച്ചിട്ടുള്ളതും മനസ്സിലായിട്ടുള്ളതെന്നും എനിക്ക് തോന്നുന്നത്, ഇപ്പം രമണ മഹർഷി ഹുവാമയി എന്ന് പറയുന്നത് അകത്തേക്ക് പോവുക. ആരാണ് ചോദ്യം ചോദിക്കുക? എന്ത് ചോദ്യം ചോദിച്ചാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യർ ഈവൻ പോൾ ബ്രണ്ടനൊക്കെ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, അങ്ങ് ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കില്ലെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. അതായത് എന്ത് ചോദ്യം ചോദിച്ചാൽ ഇതാരാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് മറുപടിയില്ല. അപ്പോൾ പറയുന്ന ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കില്ലെങ്കിൽ എനിക്കൊരു ചോദ്യം ചോദിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കുന്നതായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്ക് അദ്ദേഹം പറയുന്നതാണ് കാര്യം. ആരാണെന്ന് ചോദിച്ചാൽ പിന്നെ ചോദ്യങ്ങളില്ല. നമ്മൾ അതിനെക്കുറിച്ച് അകത്തോട്ട് പോയി തുടങ്ങിയാൽ പിന്നെ ചോദ്യങ്ങളില്ല. ഈ ഐ ആം ദാറ്റ് എന്ന് പറയുന്നതും ഏകദേശം അതിൻ്റെ തന്നെ വേറൊരു രൂപമാണല്ലോ. അതായത് നമ്മളിപ്പോൾ ആദ്യം നിത്യാനിത്യ വിവേകം അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് ഈ കാണപ്പെടുന്നത് വസ്തുവും വിഷയവും തമ്മിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ താങ്കൾ ഞാനല്ല, ഈ ഞാനല്ല, കാണുന്ന കണ്ണ് ഞാനല്ല, അതറിയുന്ന എൻ്റെ മനസ്സ് ഞാനല്ല. അപ്പോൾ ഒന്നും ഞാനല്ല. ഐ ആം നോട്ട് ദാറ്റ്, ഐ ആം നോട്ട് ദാറ്റ് ആണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് വരുന്നത് ഐ ആം ദാറ്റ്, അതായത് ഇതെല്ലാം ഞാനാണ്. അതും കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം എന്നിലാണ്. അപ്പോൾ അങ്ങനെയാണല്ലോ അതിൻ്റെ ആ ഒരു രീതി പോകുന്നത്. എനിക്ക് വായിച്ചിടത്തോളം മനസ്സിലായത്. അതായത് ഇതൊക്കെ വെറും ഈ പറഞ്ഞ പോലെ പരീക്ഷയ്ക്ക് പഠിച്ചതുപോലെ വായിച്ചതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ചിന്താഗതിയിലാണെങ്കിൽ അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മറ്റേ അദ്ദേഹം രമണ മഹർഷി പറയുന്നത് വരുന്നവരുടെ അടുത്ത് ചോദിക്കുന്നവർക്ക് നിങ്ങൾ ഈ അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളയാതെ കഴിയുന്നതും പെട്ടെന്ന് അകത്തേക്ക് പോ എന്നുള്ളൊരു സന്ദേശമാണ്. നീ ഇത് ചോദിക്കുന്നവനാര്. അപ്പം പിന്നെ അത് കൊണ്ടുവച്ചിരുന്ന് ആലോചിക്കുക. മറ്റേത് ഐ ആം ദാറ്റ് എന്ന് പറയുന്നത് ഒരു ഉപദേശ രൂപേണ പറയുമ്പോൾ അതും മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അർത്ഥവും നീ തന്നെയാണ്, നീ അല്ലാതെ ഇതിൽ വേറൊന്നുമില്ല, നീ അത് മനസ്സിലാക്കുക. കാരണം അദ്ദേഹം ഐ ആം ദാറ്റ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളുടെ ഒരു സംഗ്രഹമാണോ എന്ന് പറയാൻ തന്നെ എനിക്ക് അറിഞ്ഞൂടാ. അത് അങ്ങനെ പറഞ്ഞാൽ ശരിയായിരിക്കുമെന്ന് അറിഞ്ഞൂടാ. ആ പുസ്തകത്തിന് അങ്ങനെ ഐ ആം ദാറ്റ് എന്ന് പേരിട്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ തത്വങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ രമണ മഹർഷി അത് ഈ ചോദ്യത്തിൽ കൂടെ അത് അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചറായിട്ട് ആ ചോദ്യം വരുന്നു.
മറ്റേ അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ കൂടെ ക്രോഡീകരിച്ച് വന്നപ്പോൾ ഒരു സിഗ്നേച്ചർ ഒരു പേരായിട്ട് അതിനങ്ങനെ കൊടുത്തു. പക്ഷേ രണ്ടും തമ്മിൽ എനിക്ക് തോന്നുന്നു എഗെയിൻ ഈ ഓരോരുത്തരുടെയും അവരെ ശരിയായ പാതയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രയോഗം എന്നുള്ള നിലയ്ക്കാണ് ആ വ്യത്യാസം വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അതിനകത്ത് ആത്യന്തികമായിട്ട് വ്യത്യാസമുണ്ടോ അതിൽ? കാരണം അതിൻ്റെ ഫലത്തിൽ വ്യത്യാസമില്ല. രണ്ടും ആളുകളെ അവരുടെ സ്വത്വത്തിലേക്ക് തിരിച്ച് കൊണ്ടു ചെല്ലാനുള്ള മാർഗങ്ങളായിട്ട്, പ്രേരകങ്ങളായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഉദ്ദേശത്തിൽ വ്യത്യാസമില്ല, അതിൻ്റെ ഫലത്തിലും വ്യത്യാസമില്ല. അത് തൽക്കാലം പ്രയോഗിക്കുന്ന രീതിക്ക് ഒരു ചെറിയ വ്യത്യാസം. ഇപ്പോൾ ഒരു വ്യത്യസ്തമായ റാപ്പിങ്ങിൽ വരുന്ന സെയിം സാധനം പോലെ വേറെ പേരുകളിൽ വരുന്ന ഒരേ മരുന്ന് പോലെയോ പോലത്തെ ഒരു കാര്യമാണ്. അതല്ലാതെ അതിൽ അങ്ങനെ വേറൊരു വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് പറയാനുള്ള അത്ര ഒരു പരിജ്ഞാനം എനിക്കില്ല. താങ്കൾ അത്യാവശ്യം വായിക്കുന്ന ഒരാളാണ്, നിസർഗതത്തിലും കൂടെയും കടന്നു പോയിട്ടുള്ള ഒരാളാണ്. താങ്കളുടെ നിരീക്ഷണത്തിൽ മനസ്സ് എവിടെ നിൽക്കുന്നു? ഈ മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചിത്തം എന്ന് പറയുന്നതും പിന്നെ ഇംഗ്ലീഷിൽ നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതും ഒക്കെ അങ്ങനെ വീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഈ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഈയിടയ്ക്കായിട്ട് ഞാൻ കുറച്ച് ഇതിനെക്കുറിച്ച് തന്നെ കേൾക്കുമായിരുന്നു. അതായത് ഈ കോൺഷ്യസ്നെസ് എന്തുവാണ്, ദ ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീരാമകൃഷ്ണ മിഷനിലെ സർവ്വപ്രിയാനന്ദ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ലെക്ചേഴ്സിൽ അതുകൊണ്ട് വേറെ ഒരുപാട് പേരുടെ ഉണ്ട്, ഞാൻ ഇതാണ് കേട്ടത്. അപ്പോൾ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിലും പാശ്ചാത്യ സംസ്കാരത്തിൽ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ അവരവസാനം ചെന്നെത്തുന്നത് തലച്ചോറിലെ ന്യൂറൽ ആക്ടിവിറ്റി അത് തമ്മിലുള്ള ഒരു വൈദ്യുതി തരംഗത്തിൻ്റെ പ്രവർത്തനത്തിലാണ് അവസാനം ചെന്നിരിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ താഴോട്ട് പോയി അതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ ഒന്നും അവർക്ക് ബ്രെയിനിൽ കാണാൻ സാധിക്കുന്നില്ല. അവസാനം വരുന്നത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അവർ പറയുന്നത് മനസ്സ് തലച്ചോറിൽ നിന്നുണ്ടായി വരുന്ന ഒരു സംഗതിയാണ് മനസ്സ്. അതല്ലാതെ ശരീരബാഹ്യമായിട്ട്, പ്രത്യേകിച്ചും മനുഷ്യൻ്റെ തലച്ചോറിന് പുറത്തായിട്ട് മനസ്സെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് അവർ പലരും അംഗീകരിക്കുന്നില്ല. പക്ഷേ അതേ സമയത്ത് മനസ്സെന്ന് പറയുന്ന സാധനം, ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം തലച്ചോറിലല്ലാതെ ഒരു സാധനം ഉണ്ടെന്ന് പറയുന്ന പാശ്ചാത്യ ചിന്തകരും ഉണ്ട്. പക്ഷേ മറ്റവർ കാരണം ഭൗതികശാസ്ത്രത്തിൻ്റെയും സയൻസിൻ്റെയൊക്കെ തള്ളിച്ചയിൽ പറയുന്നത്, അതായത് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ടോക്കിൽ കേട്ടത് ഈ രണ്ട് ചിന്തകന്മാർ തമ്മിൽ ഒരു 25 വർഷം മുമ്പുള്ള ഒരു ഡിബേറ്റിൽ ഒരു വാദം വെച്ചിരുന്നു. അതായത് അതിൽ ഒരാൾ പറഞ്ഞത് ഇപ്പോൾ ബ്രെയിൻ സയൻസ് ഇപ്പം തലച്ചോറ് കാണാനും തലച്ചോറിനെ പരിശോധിക്കാനും തലച്ചോറിൽ പരീക്ഷണങ്ങൾ നടത്താനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് രോഗങ്ങളൊക്കെ വരുമ്പോഴൊക്കെ. അപ്പോൾ അവർ തമ്മിൽ വാദം വെച്ചിരുന്ന 25 വർഷം കഴിയുമ്പോൾ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പ്രശ്നം സയൻസ് സോൾവ് ചെയ്യും. ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു, സോൾവ് ചെയ്തിട്ടില്ല, ഇപ്പോഴും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. അപ്പോൾ അതായത് ഈ തലച്ചോറിൻ്റെ വ്യാപാരം തന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നൊരവസ്ഥയാണ്. ഇതെങ്ങനെയാണ് ഇതൊക്കെ എല്ലാം കൂടെ ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നോക്കിയാൽ പോലും ഈ തലച്ചോറെന്നുള്ളതിൽ കവിഞ്ഞ്, തലച്ചോറും ബ്രെയിൻ ഡെപ്താണല്ലോ മനുഷ്യൻ മരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ തലച്ചോറെന്നുള്ളതിൽ കവിഞ്ഞ് ഒരു സാധനം പുറത്തുണ്ട് എന്ന് കുറേയൊക്കെ പറയാതെ പറയുന്ന ഒരവസ്ഥയുണ്ട് പാശ്ചാത്യ ചിന്തയിൽ. പക്ഷെ നമ്മൾ അതിനെ എടുത്ത് തിരിച്ച് നമ്മുടെ ചിന്തയിലോട്ട് നോക്കിയാൽ അത് വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്ന് പറഞ്ഞ് പോകുമ്പോൾ പിന്നെ മനസ്സിനെ വേറെ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. വാസനകൾ കൊണ്ടുപോകുന്ന ഒരു സംഗതി എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു സൂക്ഷ്മ ശരീരമുണ്ട്, അതിൻ്റെ എല്ലാം പൊട്ടൻഷ്യൽ അടങ്ങിയിരിക്കുന്ന കാരണ ശരീരമുണ്ട്. അപ്പം മനസ്സ് നമ്മുടെ ഈസ്റ്റേൺ ഫിലോസഫി അല്ലെങ്കിൽ ഹിന്ദു ഉപനിഷത്തുകളിലും അദ്വൈതത്തിലും ഈവൻ യോഗത്തിലും ഒക്കെ മനസ്സ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അതൊക്കെ കൂടെ നമ്മൾ സ്വന്തം മനസ്സ് പരിശോധിച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തോ ഒരു സാധനമുണ്ട്. കാരണം നമ്മുടെ തലച്ചോറും നമ്മുടെ കാഴ്ചയും കേൾവിയും ഒക്കെ പ്രോസസ്സ് ചെയ്യുന്ന സാധനങ്ങളും ഒക്കെ അല്ലാതെ അതിന് പുറത്ത് എന്തോ ഒരെണ്ണമുണ്ട്. അതാണ് നമ്മളെ നയിക്കുന്നത്, നമ്മൾ പല രീതിയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വസ്തു ഇല്ലെങ്കിൽ നമുക്കത് ഈ ശരീരം മാത്രം പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും എത്രയോ 10,000-കണക്കിന് ഫാക്ടേഴ്സ് കൂടിച്ചേർന്നിട്ടാണ് ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതായത് ഇപ്പം ഈ നമുക്കറിയാവുന്ന ഒരു ആക്സിഡൻറ്റ് തന്നെ നോക്കാം. നമ്മൾ തന്നെ കാർ ഓടിക്കുമ്പോൾ പലപ്പോഴും ചെറിയ തട്ടുകൾ പറ്റാറുണ്ട്, അല്ലെങ്കിൽ വലിയ തട്ടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോകാറുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കാറുണ്ട്, നമ്മളിപ്പോൾ ഇന്നടത്ത് നിന്ന് ഇറങ്ങിയത് ഒരു 5 സെക്കൻഡ് താമസിച്ചായിരുന്നെങ്കിൽ മിക്കവാറും നമ്മളിപ്പോൾ ഈ ബസ്സിൻ്റെ അടിയിലായിരുന്നേനെ എന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ആ സർക്കംസ്റ്റാൻസസ് ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് വരുന്നത് കൊണ്ടാണ് ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അത്ഭുതം തോന്നും, എങ്ങനെ ഈ സമയത്ത് ഇവിടെ, അതായത് ഒരു ബസ്സിൽ കയറാനിരുന്നു, ഒരാൾ ബസ്സിൽ കയറിയില്ല, ആ ബസ് എന്നിടിച്ചു.
വേറൊരുത്തൻ ആ ബസ്സിൽ കയറേണ്ടാത്തവൻ അല്ല, ആ കയറേണ്ട ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് അബദ്ധത്തിനെങ്ങാണ്ട് അതിൽ വന്ന് കയറി അപകടത്തിൽ മരിച്ചു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത തലത്തിൽ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഒരുപാട് സാഹചര്യങ്ങൾ ഒന്നിച്ച് വന്നിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിലൊന്നും ഒരു നിയമമില്ലെന്ന് പറയാനൊക്കില്ല. അപ്പോൾ ആ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന, ആ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന, നമ്മുടെ ഈ ജീവിതത്തിനപ്പുറത്തേക്ക് ആ നിയമം കൊണ്ടുപോകുന്ന എന്തോ ഒരു സാധനമുണ്ട്. അപ്പോൾ മനസ്സ് ഈ ചിന്തകളും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരികയും അതേസമയം നമ്മളെ ആത്മീയ വഴിയിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ മനസ്സിനപ്പുറത്ത് എന്താണുള്ളതെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന മനസ്സാണ്. ഞാൻ ഈ കാര്യം ഒരു നമ്മുടെ ചിന്മയ മിഷൻ അദ്ദേഹത്തിന് ഒരു വലിയ ഗുരു ചെന്നൈയിലുള്ള അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ ഈസ്നെസ് എന്ന് പറയുന്നത്, എല്ലാവരും പറയുന്നത് ഈ ഉണ്മ, നമ്മുടെ നിലനിൽപ്പ്, ഐ ആം ദാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഐ ആം എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ അയ്യാമെന്ന് വായിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ അയ്യാമെന്ന് ഞാൻ അകത്തോട്ട് ആലോചിച്ചിട്ട് എനിക്ക് ഈ അയ്യാം എന്താണെന്ന് കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ്, അത് നമുക്ക് ഈ വ്യവഹാരത്തിലുള്ള ശരീരവും മനസ്സും വച്ചിട്ടേ അതിനെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഇപ്പോൾ ശരീരവും മനസ്സും വികാരങ്ങളും ഒക്കെ അടങ്ങുന്ന തരത്തിലേ ചിന്തിക്കാൻ നോക്കൂ. ആ ചിന്ത ഒരു തലം കഴിയുമ്പോഴേ നമുക്ക് ഈ ശരീരത്തിനെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പേടിക്കണ്ട, നമ്മളതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. നമുക്കത് ആവശ്യത്തിന് ആഴത്തിൽ ചെല്ലുമ്പോൾ അത് നമുക്ക് ആ തലത്തിലോട്ട് എത്താൻ സാധിക്കും, ആ മനസ്സിനെ മറികടക്കാൻ സാധിക്കും. അപ്പം മനസ്സെന്ന് പറയുന്നത് തൽക്കാലം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികവും ആത്മീയവും തമ്മിൽ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വാതിലാണ്. ആ വാതിലിനിപ്പുറത്ത് നമ്മൾ പല കാര്യങ്ങളും കണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ വാതിൽ നമ്മൾ തുറക്കാൻ ശ്രമിക്കുന്നു. ആ വാതിൽ തുറന്ന് അപ്പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിൻ്റെ തലം കഴിഞ്ഞ് അപ്പുറത്ത് പോയി. എന്ന് വെച്ചാൽ മനസ്സ് മോശമാണെന്നോ ഒന്നുമല്ല, കാരണം മനസ്സിലേക്ക് ജീവിക്കാൻ പോയി. ഇപ്പം നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ നില തെറ്റിയാൽ പിന്നെ നമുക്ക് ഈ ലോകമില്ല, ഭൗതികമായ ലോകമില്ല, പിന്നെ ഈ പ്രവർത്തനങ്ങളൊന്നും നമുക്ക് ചെയ്യാനൊക്കില്ല. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പോഷിപ്പിച്ച് നിർത്തുന്ന, അതേസമയം നമുക്ക് അതിനപ്പുറത്തേക്കൊരു വഴിയുണ്ടെന്ന് കാണിച്ചു തരുന്ന ഒരു മാർഗദർശവും ഒരു വാതിലുമാണ് മനസ്സ്. അതാണ് മനസ്സെന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, ആധ്യാത്മികതയിലോട്ട് പോകുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. എന്നാൽ അത്ഭുതങ്ങൾ എവിടെ നിലയ്ക്കുന്നു അവിടെയാണ് ആധ്യാത്മികത തലപൊക്കുന്നത്. അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ശരിയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്, ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ അത്ഭുതം എന്ന് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ ചെറിയൊരു കാര്യം പറയാം. ഞാൻ കുട്ടിയായിരുന്ന കാലത്ത്, എനിക്ക് തോന്നുന്നു ഒരു 8-10 വയസ്സൊക്കെ ഉള്ള സമയത്ത് സത്യസായി ഭഗവാൻ, അദ്ദേഹത്തിൻ്റെ ഭക്തരായ ഒരു കുടുംബത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയി. അപ്പോൾ അന്ന് അവിടെ ഒരു വിശേഷ ദിവസമാണ്, എന്തോ ഒരു വിശേഷ ദിവസമുണ്ട്. അപ്പോൾ കുറേ പേര് ഞങ്ങൾക്ക് അവിടുത്തെ സുഹൃത്തുക്കളൊക്കെ, എൻ്റെ അമ്മയുടെ കൂടെ ജോലി ചെയ്ത ഒരു ആളാണ്. അപ്പോൾ അവർ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ മുകളിലത്തെ മുറിയിലെ പൂജാമുറിയിലാണ് ഭഗവാന് പൂജ നടത്തുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോയി. അപ്പോൾ കുട്ടി എന്നുള്ളത് എനിക്ക് ഫ്രണ്ടിൽ നിൽക്കാം, ഈ വലിയ ആൾ നിൽക്കുമ്പോൾ കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിള്ളേരെ ഏറ്റവും മുമ്പ് നിർത്തുമല്ലോ. അപ്പോൾ മുമ്പ് വയ്ക്കാം. അപ്പോൾ പൂജാമുറിയിൽ അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കി, സദ്യ വെച്ച് പായസം, ലഡ്ഡു ഒക്കെ വെച്ച് ഇരിക്കാൻ ഇരിപ്പിടമൊക്കെ ഇട്ട് തയ്യാറാക്കി എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വാതിലടച്ചിട്ട് മാറി നിൽക്കുന്നു. അപ്പോൾ ഞാൻ മുഴുവൻ സമയം അവിടെ ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഊണ് കഴിക്കുന്ന സമയം കഴിഞ്ഞ് അത് അവർക്ക് എങ്ങനെയോ അതിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് കയറി തുറന്ന് നോക്കുമ്പോഴത്തേക്കും ചോറ് കഴിച്ചിട്ടുണ്ട്, പരിപ്പ് ഒഴിച്ച് ചോറ് കഴിച്ചിട്ടുണ്ട്, കൂട്ടാൻ എടുത്തിട്ടുണ്ട്, ആ ഇരിപ്പിടത്തിൽ ആളിരുന്നതിൻ്റെ അടയാളമുണ്ട്, കൈ കഴുകാൻ വെച്ച പാത്രത്തിൽ കൈ കഴുകിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ആരും കയറിയിട്ടില്ല. അത് ഞാൻ ഏറ്റവും മുമ്പ് നിന്നതാണ്. എന്നുവെച്ചാൽ പിന്നെ കൊച്ചുകുട്ടിയായതുകൊണ്ട് അറ്റൻഷൻ മാറിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയാം. പക്ഷെ അങ്ങനെ ഒരു കള്ളത്തരം അവിടെ കാണിക്കേണ്ട കാര്യമില്ല അവർക്ക്. അപ്പോൾ അതൊരു ചെറിയ അത്ഭുതമാണ്, ഞാൻ കണ്ടതാണ്. അപ്പോൾ പക്ഷേ അവിടെ ഇപ്പോൾ അതൊരു ഭക്തി സമ്മർദ്ദകമാണ്. അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ വിശ്വാസവും ഭക്തിയും കൂടാൻ. അപ്പോൾ എനിക്കങ്ങനെ അന്ന് വലിയ വിശ്വാസമായിട്ട് തോന്നിയില്ല. എന്ന് വെച്ചാൽ ഞാൻ വളരെ ചെറുതാണ്, എനിക്കങ്ങനെ വിശ്വസിക്കാൻ പ്രായമൊന്നും ആയിട്ടില്ല. അപ്പോൾ അതൊരു അത്ഭുതം എന്നുള്ള നിലയ്ക്ക് ശരി. അപ്പോൾ ഇത്തരം അത്ഭുതങ്ങൾ പലപ്പോഴും ഈ തരത്തിൽ വിശ്വാസത്തിനെ ഊട്ടിയുറപ്പിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷേ അതേസമയം അതിൽ ഭയങ്കര കള്ളത്തനങ്ങളും നടക്കുന്നുണ്ട്. എന്താണ്, ഗണപതി പാല് കുടിച്ചു അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അതിനെ ചൂഷണം ചെയ്യുന്ന തരത്തിലും വരുന്നുണ്ട്. പക്ഷേ അത്ഭുതങ്ങളുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ സൂക്ഷ്മതലത്തിൽ പല കാര്യങ്ങളും, പല സിദ്ധികളും ആത്മീയമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ സിദ്ധികളൊക്കെ ഉണ്ടെന്ന് തന്നെയാണ്. ഇപ്പോൾ ഈവൻ
നമ്മൾ പറയുന്ന ഭൂതപ്രേത പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ തലത്തിൽ പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടെന്ന്. ഇപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം ഇല്ല എന്ന് നമുക്ക് പറയാനൊക്കില്ല. അതാണ് ഈ പാശ്ചാത്യ ശാസ്ത്രത്തിന് പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നമാണ്. അറിഞ്ഞുകൂടാത്തത് ഇല്ല, കണ്ടിട്ടേ വിശ്വസിക്കൂ, ഉണ്ടെന്ന് നമ്മൾ തെളിയിച്ചിട്ടേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന തമോഗർത്തവും മറ്റതുമൊക്കെ മാത്തമാറ്റിക്കൽ ഫോർമുലയിലേ ഉള്ളൂ, ആരും കണ്ടിട്ടില്ല. അത് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ അത് ഞാൻ അവരെക്കുറിച്ച് കുറ്റം പറയുകയല്ല. അപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്ത, നമ്മുടെ സെൻസസിനില്ലാത്ത ഫോർത്ത് ഡയമെൻഷൻ എന്ന് പറയുന്നതൊക്കെ, നമ്മുടെ സെൻസസിലില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അത്ഭുതങ്ങളാണ്. പക്ഷേ സാധാരണ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് വേണം എനിക്ക് പറയാൻ. പക്ഷേ അത് സംഭവിക്കുന്നത് ഇപ്പം എൻ്റെ ജീവിതത്തിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അലൈസ്വാമി അദ്ദേഹം ആണ് ജീവിതത്തിൻ്റെ ശക്തി. അപ്പം പല മാറ്റങ്ങളും ജീവിതത്തിൽ വരുന്നത് നമ്മൾ പോലും അറിയാതെയാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതങ്ങളാണ്. നമുക്കതിപ്പോൾ അതിന് വലിയ പകിട്ടില്ല. ഒരു ഇന്ദ്രജാലികൻ കാണിക്കുന്നത് പോലെയുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമല്ല. പക്ഷേ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെ അത്ഭുതങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല ചെറിയ ചെറിയ കാര്യങ്ങളിലും പിന്നെ ആലോചിക്കുമ്പോൾ മനസ്സിലാവും എന്തൊരു വലിയ ഭാഗ്യമാണ് കിട്ടിയത്. ഇപ്പോൾ ഈ പറയുന്ന, ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോലീസ് സർവീസ് എടുത്തു. എനിക്ക് കേരളം ശരിക്കും പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോൾ അതിൻ്റെ കാഡർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 3-1, അതായത് 3 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ആ സംസ്ഥാനത്തു നിന്നുള്ള ആൾ, മാർക്കുള്ള ആളുണ്ടെങ്കിൽ ഒരാളെ എടുക്കും. ബാക്കി 2 പേരെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തു നിന്നേ എടുക്കുകയുള്ളൂ. ആ വർഷം ഞങ്ങൾ 2 പേര്, എൻ്റെ ബാച്ചിൽ എന്നെക്കാളും ശകലം മാർക്കുണ്ടായിരുന്ന പത്മകുമാർ എന്ന് പറയുന്ന പത്മകുമാറും ഞാനും ഞങ്ങൾ 2 പേരെ അകത്തുനിന്ന് എടുത്തു, പുറത്തുനിന്ന് ആരെയും എടുത്തില്ല. പുറത്തുനിന്ന് ഒരാളെ എടുത്തു, പക്ഷേ അയാൾ പിന്നെ അപ്പോൾ ആ വർഷം ജോയിൻ ചെയ്തില്ല. അപ്പോൾ സാധാരണഗതിയിൽ എന്നെ രണ്ടാമത്തെ ഇൻസൈഡർ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഇൻസൈഡർ അതെനിക്ക് ഒരു കാരണവശാലും കിട്ടേണ്ടതല്ല. അത് അന്ന് അവരുടെ എന്തോ കണക്കിൽപ്പെട്ട തെറ്റാണോ അതോ ശരിയാണോ എന്തോ, അതൊരു അത്ഭുതമാണ്. കാരണം അന്ന് ഞാനിവിടെ വന്ന് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ജീവിതം തന്നെ ചിലപ്പോൾ വേറെ പലതരത്തിലും, ഇപ്പോൾ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഒരു സാഹചര്യം കിട്ടുമായിരുന്നോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. എന്ത് പറഞ്ഞാലും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കാനും എൻ്റെ കുടുംബത്തിന് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കാനും എനിക്ക് സാധിക്കില്ല. നമ്മുടെ ജീവിതം തന്നെ പറിച്ചു നട്ടൊരവസ്ഥയാവും. അപ്പോൾ അതൊരു അത്ഭുതമാണ്. അതെങ്ങനെ സംഭവിച്ചു എനിക്കറിഞ്ഞൂടാ. അപ്പം നമുക്ക് പറയാം വിധിയായിരുന്നു അല്ലെങ്കിൽ, പക്ഷേ അതിനൊരു നിയമപരമായ ഒരു പ്രാബല്യം അവിടെ ഇല്ല. കാരണം അത് നടക്കാൻ പാടില്ല. അപ്പോൾ അതൊരു അത്ഭുതമാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ പല അത്ഭുതങ്ങളും നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ എത്ര 99 അപകടം മാറിപ്പോകുമ്പോഴായിരിക്കും ഒരു അപകടം ചെറുതായിട്ട് സംഭവിക്കുന്നത്. ഈ കണ്ണിക്കൊള്ളാനുള്ള വിരിയത്തിൽ കൊള്ളുക എന്ന് പറയുന്നത് പോലെ 99 എത്രയിടത്ത് മരണത്തിൽ നിന്നോ വലിയ അപകടത്തിൽ നിന്നോ നമ്മളെ രക്ഷിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. നമ്മളൊരിക്കലും അറിയുന്നതേ ഇല്ല. മനസ്സിലായില്ലേ? വേറൊരു അതുപോലെ പല സംഭവങ്ങളിലും നമ്മൾ കടന്നു പോയി കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുക. അപ്പോൾ നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. അതൊക്കെ ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ സാധാരണ ഇതായിട്ട് നമ്മൾ എടുക്കും. സാധാരണ ഇതായിരിക്കാം. പക്ഷേ എനിക്ക് അതൊക്കെ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അതുപോലെ മാറ്റങ്ങൾ വരുന്ന, വളരെ പതുക്കെ വരുന്ന മാറ്റങ്ങൾ, ജീവിതത്തിൽ വലിയ വ്യത്യാസം വരുത്തുന്ന മാറ്റങ്ങൾ നമ്മൾ പോലും അറിയാതെയാണ് മാറ്റം വരുന്നത്. പക്ഷെ അതൊരു അത്ഭുതമാണ്. ആ അത്ഭുതമൊക്കെ എനിക്കിപ്പോൾ നമുക്കത് എന്തെങ്കിലും തരത്തിൽ പറയണം. അതൊരു ഒരു നാസ്തികനാണെങ്കിൽ ചാൻസ്, ഫേറ്റ്, അല്ലെങ്കിൽ എന്തോ ഒരു റാഷണൽ കാൽക്കുലേഷൻ എന്നൊക്കെ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഈശ്വര ചൈതന്യം, ഗുരുവിൻ്റെ കടാക്ഷം, അമ്മയുടെ അനുഗ്രഹം എന്നൊക്കെ തന്നെ ഞാൻ പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിലേ വ്യത്യാസമുള്ളൂ. പക്ഷെ അത്ഭുതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജീവിതങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് നമുക്കൊരു നന്മയിലേക്ക് നയിക്കുന്ന ഒരു പോകുന്ന വഴിക്കുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. നന്ദി സാർ. താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്കായി നീക്കി വെച്ചതിൽ വളരെയധികം സന്തോഷം. ഇനി അവസാനമായി താങ്കൾക്ക് സാധകരോട് എന്താണ് പറയാനുള്ളത്? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ഉപദേശമായിട്ടൊന്നും പറയാനില്ല. നമുക്ക് നമ്മുടെ മനസ്സ് തുറന്നു വയ്ക്കുക, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കി കളയാതെ നമ്മളത് ഉപയോഗിക്കുക. പിന്നെ അടിസ്ഥാനപരമായിട്ട് കഴിയുന്നതും മറ്റാർക്കും ഗുണമൊന്നും ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ ശ്രമിക്കുക. ഇത്രയാണ്. എന്ന് വെച്ചാൽ സാധകരോടെന്നല്ല, എന്നെപ്പോലെയുള്ള സാധാരണക്കാരായ ആൾക്കാരോട് പറഞ്ഞാൽ എനിക്കെന്ത് പറയാനുണ്ടെന്ന് ചോദിച്ചാൽ അതായിരിക്കും ഞാൻ പറയുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം.